بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പരിശുദ്ധമായ റമദാനിൻ്റെ അമാലുകളെ കബൂൽ ചെയ്യട്ടെ. ഒരുപക്ഷെ ഇന്ന് ലാസ്റ്റ് രാത്രിയായിരിക്കും. റമദാനിൻ്റെ അവസാനത്തെ രാത്രിയെ പരിഗണിച്ച് ഇപ്പം വന്നു കൂടിയിട്ടുള്ള മുഅ്മിനീങ്ങൾ ഇവിടെ മാത്രമല്ല, എല്ലാ പള്ളിയിലും മസ്ജിദിൽ കേട്ടോ. നമ്മളെപ്പോൾ ഈ മിമ്പറും വന്ന് മസ്ജിദ് എന്ന് പറഞ്ഞാലും മനസ്സിലാക്കേണ്ടത് സലഫി മസ്ജിദുകളാണ്. കാരണം വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദൻ, അള്ളാഹിൻ്റെ കൂടെ ഒരാളെയും നിങ്ങൾ വിളിക്കരുത് പള്ളിയിൽ. അപ്പം അള്ളാഹു അല്ലാത്ത ആരെങ്കിലും പള്ളിയിൽ വിളിച്ചാൽ പിന്നെ അതെന്തല്ല, മസ്ജിദല്ല. അത് നമ്മളെ ചർച്ചയ്ക്കില്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് മസ്ജിദ് എന്ന് പറയുമ്പം അത് തിരിച്ചറിയണം. അപ്പം അങ്ങനെ മസ്ജിദുകളിൽ ആരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ അവർ വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത് അമലുകളുടെ അവസാനമാണ്. ഇന്നമൽ അഅമാലു ബിൽ ഖവാതിം, അമലുകൾ തീർച്ചയായും പരിഗണിക്കപ്പെടുന്നത് അതിൻ്റെ അവസാനം നോക്കിയിട്ട് മാത്രമാണ്. അതാ ഇന്നമാൻ്റെ അർത്ഥം. അങ്ങനെ മാത്രമാണ് പരിഗണിക്കപ്പെടുന്നത്. തുടക്കത്തിൽ നല്ല ഉഷാറുണ്ടായി. ലാസ്റ്റ് 29 രാത്രിയാകുമ്പോഴേക്കും, അഥവാ ഇതുവരെ വന്നതിൽ ഏറ്റവും അധികം മലക്കുകൾ ഇറങ്ങി വരുന്ന ആ രാത്രിയായപ്പോഴേക്കും പുറത്തേക്ക് പോയാൽ അത് അപകട സൂചനയാണ്. സംതിങ് റോങ്. കഴിഞ്ഞ 29 ഒറ്റയിട്ട രാത്രിയാണ്. തനസ്സലുൽ മലായികതു, മലക്കുകൾ ഇറങ്ങി വരും. എത്ര എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. മലായികത്ത് ഇറങ്ങി വരും. ഹദീസ് വെച്ച് നോക്കിയാൽ സൃഷ്ടിക്കപ്പെട്ട മലക്കുകളും മൊത്തം ദുനിയാവിലുണ്ടാവും. എത്രന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കണക്ക് പറഞ്ഞെത്രന്നറിയോ? ദുനിയാവിൽ കല്ലുമണ്ണുകൾ ഉള്ളതിനേക്കാളും അധികം അന്ന് രാത്രി മലക്കുകൾ ഉണ്ടാവും ദുനിയാ പള്ളിയിൽ. വറൂഹ്, ജിബ്രീലുണ്ട്. അവരൊക്കെ ഭയങ്കര ആവേശത്തിലും സന്തോഷത്തിലും റമദാനിൻ്റെ അവസാനത്തെ രാത്രിയെ ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടി വരുമ്പം നമ്മൾ വെടിയും പൊടിച്ചിട്ട് പൊലിപ്പിക്കുകയാണ്. വർണ്ണശബളമായ പടക്കം പൊട്ടിച്ചിട്ട് നമ്മൾ പൊലിപ്പിക്കുന്നു. ആരെ കാണിക്കാൻ? ആർക്ക് എന്ത് തോന്നിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ വെടിവെച്ചിട്ട്? നമ്മളെ പൈസ കാണിക്കാനാ? അല്ല, നമ്മളെ സന്തോഷം പ്രകടിപ്പിക്കാനാ? സന്തോഷം പ്രകടിപ്പിക്കാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇഷ്ടം പോലെ വഴി വേറെയും കാണിച്ചു തന്നിട്ടുണ്ട്. ജൂതൻ്റെ വഴി നമുക്ക് വേണ്ട, നസാറാക്കളെ വഴി നമുക്ക് വേണ്ട. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ അള്ളാഹുവിൻ്റെ വീട്ടിൽ വന്നിരിക്കാൻ നമുക്ക് മനസ്സ് വന്നെങ്കിൽ ഫസനുയസ്സിറുഹു ലിൽ യുസ്ര, അതിൻ്റെ ഭാഗമാണ് അള്ളാഹു ഇങ്ങനെ തള്ളിത്തരുന്നതാണ്. മുറുക്കി പിടിച്ചോണ്ട്, വിട്ട് കളയാണ്ട് മുറുക്കി പിടിച്ചോണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കളെ വിളിച്ചിട്ട് പറയുന്നത്, നോക്ക്, ഉൻദുറു അബ്ദി, ഉൻദുറു അബ്ദി, എൻ്റെ അടിമനെ നോക്ക്. നിങ്ങൾ എന്താ പറഞ്ഞ്? അങ്ങനെ ഇങ്ങനെ മറ്റേ മറിച്ച്. ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ ഖാലു അതജഅലു മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, കുഴപ്പമുണ്ടാക്കുന്ന, രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന ഈ തെമ്മാടിക്കൂട്ടത്തെ എന്തിനാ നീ ഇങ്ങനെ സൃഷ്ടിക്കാൻ പോകുന്നത്? വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, നമ്മളില്ലേ നിന്നെ പുകഴ്ത്താനും നിന്നെ പരിശുദ്ധപ്പെടുത്താനും തസ്ബീഹ് പറയാനും. ഇന്നല്ല പറയൂ മലക്കളോട്. അമീറോട് പള്ളിയിൽ പോയിട്ട് നോക്കിയ കുറേ അധികം ചെറുപ്പക്കാരുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊന്നും ഇവിടുന്ന് പാറിപ്പോവാതെ റമദാൻ കഴിഞ്ഞാലും നമ്മളുമായിട്ട് അള്ളാഹു നിങ്ങളെ പറ്റിക്കട്ടെ. അല്ലേ? ഒരു ഒട്ടലിങ്ങൾക്ക് നമുക്ക് കിട്ടിയാൽ നമ്മൾ സന്തോഷമായി. അൽഹംദുലില്ലാഹ്. അള്ളാഹു പറയും, പോയിട്ട് നോക്ക്, അവർ പള്ളിയിൽ വന്നിരിക്കുന്ന രാത്രി പാതിരാക്ക്. കുറേ ആൾക്കാർ പുറത്തുനിന്ന് പൊട്ടിക്കുന്നു, കുറേ ആൾക്കാർ ഇപ്പോൾ മാർക്കറ്റിൽ ഇങ്ങനെ വിലസുന്ന്,
കുറേ ആൾക്കാർ മാർക്കറ്റിൽ കൗണ്ടറിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു, കൈക്ക് റബ്ബർ ഇട്ടിട്ട് എണ്ണീറ്റ് പോയി മുട്ട നോട്ട് തീരുന്നില്ല, ചുവപ്പും പച്ചയും മീനയും മഞ്ഞയും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് അവരെ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ച് പൊട്ടന്മാർ പള്ളിയിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഉസ്താദിന്റെ മുഖം നോക്കിയിട്ട് അല്ലേ. ഇങ്ങനത്തെ ചില ആൾക്കാരെ കാണുമ്പോൾ അവർ പറയും വേറെ പോകുന്നു, മറ്റേ രാത്രി ക്ലാസ്സിന് പോകുന്നു, കളിയാക്കും. ഇത്രയും നല്ല കച്ചവടം വെച്ചിട്ട് പീടിയിൽ പോയിട്ട് പള്ളിയിരിക്കാൻ പോയി, ഇതല്ലേ ഏതാ ദീൻ, ഇവൻ്റെ ദീൻ ഏതാ എന്ന് ചോദിക്കും. സൂറത്തുൽ മുത്തഫിഫീൻ അതിൻ്റെ അവസാന വാക്കെന്താ അല്ലാഹു പറഞ്ഞത്? സൂറത്തുൽ മുത്തഫിഫിൻ്റെ അവസാനത്തെ ആയത്തെന്താ? ഇവർ കളിയാക്കവരെ സംബന്ധിച്ച് അവർ സ്വർഗത്തിലെ സോഫകളിൽ ഇരുന്നു കൊണ്ട് തിരിച്ച് കളിയാക്കുന്നൊരു ദിവസം വരാനുണ്ട്. وَإِذَا مَرُّوا بِهِمْ يَتَغَامَزُونَ وَإِذَا انقلبوا إلى أهلهم منقلبوا فقيهين وإذا رأوهم قالوا إن هؤلاء لضالون. وإذا رأوهم രാത്രി 29 രാത്രി പള്ളിയിലേക്ക് പോകുന്ന ചെറുപ്പക്കാരെ മറ്റ് ചെറുപ്പക്കാരെ കാണുമ്പം അവർ പറയും ഇന്ന ഹഉലാഇ ലضالون. അവനോട് അന്തരേ പറഞ്ഞതാ സൽഫി പള്ളിയിൽ പോകണ്ട. ഓൻ പോയി തുടങ്ങിയപ്പോഴേ നമുക്ക് തോന്നിയതാ ഇവനവർ പിടിക്കുമെന്ന്. ചാക്കില്ല, ഇതാ ലാസ്റ്റ് എല്ലാവരും പുറത്തേക്ക് പോകുമ്പോൾ ഇവരിതാ പള്ളിയിലേക്ക് പോകുന്നു. ഇന്ന ഹഉലാഇ ലضالون. അള്ളാഹു അവരെ ആക്ഷേപിച്ചോട്ട് പറഞ്ഞ വാക്കെന്താ അറിയോ? വമാ ഉർസിലു അലൈഹിം ഹാഫിദീൻ. അവരെ ഈ എൻ്റെ അടിമകളെ നോക്കാൻ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. അവരെ കാര്യം നോക്കിയാൽ മതി. എൻ്റെ അടിമൻ്റെ കാര്യം നോക്കാനും പറയാനും ഞാൻ അവരെ ഏൽപ്പിച്ചിട്ട് അവരവരുടെ കാര്യം നോക്കിയാൽ മതി. വേറെ ആരെ കാര്യത്തിലും നിറണ്ട, തലയിടാൻ പോണ്ട. നന്മയാവട്ടെ തിന്മയാവട്ടെ, നീ നിന്നെ നോക്കിയാൽ മതി. നീ ആരാന്നെ നോക്കണ്ട. നിന്നതാരും ഏൽപ്പിച്ചിട്ടുമില്ല. അല്ല, ഞാൻ ഓനെ നന്നാക്കാൻ വേണ്ടിയിട്ട്, അല്ല ഞാൻ ഇവന് ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ല ഞാൻ ഓരോന്ന് ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ നിൽക്കണ്ട. അത് അവരെ വിളിച്ചാൽ പോയാൽ മതി. ഇല്ലെങ്കിൽ അന്യൻ്റെ കാര്യം കൊടുത്തിട്ട് നീ തലമുണ്ടാക്കണ്ട. ഒരുത്തൻ ചോറയിക്കുന്നില്ല, ജ്യൂസ് കുടിക്കുന്നില്ല, ഒരുത്തന് ഉറക്കില്ല, ആകെ ഭ്രാന്തി വിളിച്ച പോലെ. എന്ത് പറ്റി? അല്ല മോൻ്റെ കാര്യം ആലോചിച്ചിട്ട് നീ നിൻ്റെ കാര്യം ആലോചിക്കും. ഓൻ്റെ ഓൻ ആലോചിച്ചോളൂ, ഓൻ്റെ അള്ള ഓന് ശരിയാക്കി കൊടുത്തോളൂ. നമുക്ക് ആനാൻ്റെ ആലോചിച്ചിട്ടാ ടെൻഷൻ. അലൈഹിം ഹാഫിദീൻ فاليوم الذين آمنوا من الكفار يضحكون. പക്ഷെ ഒരു ദിവസം വരാനുണ്ട്, അന്ന് എൻ്റെ മുഅ്മിനീങ്ങളായ അടിമകൾ ഈ കളിയാക്കിയ ആൾക്കാരെ കാണുമ്പോൾ ചിരിക്കും. നമ്മൾ സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, എവിടെ കസരമിൽ. ഇതൊന്നുമല്ല ഇൻഷാ അല്ലാഹ്, അള്ളാഹു നസീബാക്കി തരട്ടെ. ചന്ദിര സുഖം നമുക്ക് പോകില്ല ഇരുന്നാൽ, അങ്ങനെ കിട്ടും, അള്ളാഹു തരും. ഇതെല്ലാം വെറുതെ നമ്മൾ ചെയ്യുന്നു. വേറെ നമുക്ക് കിട്ടാനുള്ളത് ഈ ഇരിക്കുന്ന ചെറുപ്പക്കാർക്ക് വേറെന്താ കിട്ടാനുള്ളത്? അടുത്ത 11 മാസം ശരിക്കൊന്ന് മുറുക്കി പിടിച്ചാലുണ്ടല്ലോ അങ്ങോട്ട് തന്നെ, വേറെ അങ്ങോട്ടും പോക്കില്ല. ഒക്കെ ശ്രമിക്കും. അന്നേരം അപ്പുറത്തേ ഉണ്ടാവും കയ്യിൽ ചങ്ങലയും വെച്ചിട്ട് തലയും താത്തിയിട്ട് കുറേ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇത് മറ്റേ വെടിപൊട്ടിച്ച ടീമല്ലേ? 29 വെടിപൊട്ടിച്ച ടീമല്ലേ അത്? അല്ല, ഇത് 29 രാവിലെ ചായ കുടിച്ച ടീമല്ലേ? കാരണം 27 നോമ്പ് കഴിഞ്ഞല്ലോ. ഇത് മറ്റേതല്ലേ? നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ. അപ്പോൾ അള്ളാഹ് പറയാൻ وإذا رأوهم يضحكون والذين آمنوا من الكفار. ഹലോ, നോക്കണ്ട, ഞാൻ വെറുതെ വിളിച്ചതാ, സ്വർഗത്തിൽ നിന്ന് വിളിക്കുന്ന വിളി വിളിച്ചതാ. അപ്പം ഇവൻ നോക്കും നമ്മളിവിടെ ഉണ്ട്, എന്ത് പറ്റി ഇങ്ങനെ പോകുന്നത്, കയ്യിൽ ആമം വെച്ച് തലയിൽ തല്ലിയിട്ട്. എന്ത് പറയേണ്ട പോയി, നിങ്ങളെപ്പോഴും പള്ളിയിൽ വന്നാൽ മതി. യദ്ഹഖൂൻ, മുഅ്മിനീങ്ങൾ ചിരിക്കും. ഇപ്പം അവർ രാത്രി കരയും, നാളെ അവിടെ വെച്ചിട്ട് അവർ ചിരിക്കും. അള്ളാഹു നസീബാക്കി തരട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഈ വന്ന വരവ്, ഇരിക്കുന്ന ഇരുത്തം, നിസ്കരിക്കുന്ന നിസ്കാരം, പ്രിയപ്പെട്ടവരെ, പാഴായി പോകുമെന്നുള്ള ഒരു പേടിയും വേണ്ട. തിജാറത്തുൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണിത്. വേറെന്തെങ്കിലും വലിയ കച്ചവടമുള്ളത്? ആർക്കും പുരയില്ലാത്തവരൊന്നല്ല, പുരയുണ്ട്, റൂമുണ്ട്, ബെഡുണ്ട്, AC വെച്ച റൂമുണ്ട്, നല്ല കമ്പിളി പുതക്കാനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ തൽക്കാലം ഇന്ന് അവസാനത്തെ രാത്രിയാണ്. റമദാൻ വിട പറയുകയാണ്. റമദാൻ സലാം പറഞ്ഞിട്ട് പോവും. നേടിയവർ നേടിക്കൊണ്ടുപോകും, അല്ലാത്തവർ
സുബൂറൻ സുബൂറൻ അട്ടഹസിച്ച് നിലവിളിച്ചുകൊണ്ട് റമദാനെ യാത്രയാക്കും. ശരിക്കും റമദാനിന്റെ ആ ഉള്ളറിഞ്ഞിരുന്നെങ്കിൽ 29 അന്ന് അവനും സുജൂദിൽ കടന്നിട്ട് യാചിക്കും, അല്ലാഹുവേ കളയല്ല, കുറച്ചും കൂടി ദിവസം ആയിക്കോട്ടെ, ഇനി അഥവാ പോയാൽ തന്നെ എനിക്ക് അടുത്ത വർഷം നീ തരണം എന്ന് യാചിക്കും സത്യവിശ്വാസി. റമദാൻ എന്തെന്നറിഞ്ഞെങ്കിൽ അറിയാത്തവന് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇന്ന് നാളെ മുഅ്മിന് ഹാപ്പി ആവും. എന്താ കാരണം? സന്തോഷിക്കാനുള്ള ദിവസമാണ്. പെരുന്നാൾക്ക് മുഅ്മിൻ റമദാൻ കൊടുത്ത് ടെൻഷൻ അടിക്കൂല. അങ്ങനെ ടെൻഷൻ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ വേണ്ട. പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ ഇരുന്നിട്ട് ഭാര്യയും മാപ്പിളയും പിള്ളേരും ഇരുന്നിട്ട് എന്തല്ലേ നമ്മളെ അവസ്ഥ നോക്കി സന്തോഷിക്കുന്നു, ഇന്നലെ റമദാൻ പോയില്ലേ, അത് പറയരുത്. അന്ന് സന്തോഷിക്കാനുള്ളതാണ്. കാരണം എന്താ അറിയോ? ടെസ്റ്റ് പാസ്സായി 29 അല്ലെങ്കിൽ 30 ദിവസം എങ്ങനെയാണെന്ന് നോക്കി നമ്മൾ ചെയ്യേണ്ട പോലെ ചെയ്തു കൊടുത്തു. അല്ലാഹു റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ പോലെ ചെയ്തു കൊടുത്തു. ഇന്ന് അതിൻ്റെ സമ്മാനം കിട്ടുന്ന ദിവസമാണ്, റിസൾട്ട് വരുന്ന ദിവസമാണ്. ഇന്ന് ചിരിയേ ഉള്ളൂ, ഇന്ന് ടെൻഷനില്ല. എങ്ങനെ സന്തോഷിക്കും? വെടിപൊട്ടിക്കലല്ല, ആട്ടിനറക്കണം, എന്നിട്ട് കുറച്ച് പൊരിക്കണം, കുറച്ച് പുഴുങ്ങണം, കുറച്ച് മന്തിയാക്കണം, കുറച്ച് ബിരിയാണി ആക്കണം, പിന്നെ കുറച്ച് ചാപ്സ് ആക്കണം, പിന്നെന്താ ഉള്ളത്, കുറച്ച് പള്ളിക്കറി ആക്കണം. ചിക്കൻ തൽക്കാലം വേണ്ട, ചൂടല്ലേ. പച്ചക്കറി തീരാക്കണ്ട, പെരുന്നാക്കളിൽ പച്ചക്കറി പോയി അത് തീരെയില്ല. അങ്ങനെ നിരത്തി വെച്ചിട്ട് ഉപ്പാവും മക്കളും തിന്നു മോനെ തിന്ന്. യൗമു അക്ലിൻ വശുർബിൻ, നമുക്ക് തിന്നാനും കുടിക്കാനുള്ളത് മേറെ നിറച്ച്. അയൽവാസിക്ക് തീറ്റിക്കണം, ബന്ധുക്കൾക്ക് തീറ്റിക്കണം, ചങ്ങായിമാരെ തീറ്റിക്കണം. തിന്ന് ഒരു മാസം എൻ്റെ റബ്ബിനോട് പറഞ്ഞ് തിന്നണ്ടാന്ന്. ഞാൻ തിന്നില്ല എൻ്റെ റബ്ബിനനുസരിച്ചിട്ട്. ആരും നിർബന്ധിച്ചിട്ട്, ആരും കണ്ടിട്ടുള്ള കേട്ടിട്ടില്ല, പക്ഷെ ഞാൻ തൊട്ടില്ല. ഒറ്റക്ക് രാത്രി ഉണ്ടായിട്ട് വരെ, അല്ലെങ്കിൽ നട്ടുച്ചക്ക് ഒറ്റക്ക് എൻ്റെ റൂമിൽ ബിരിയാണി ഉണ്ടായിട്ട് വരെ ഞാൻ നോക്കിയിട്ട് വരെയില്ല, എൻ്റെ റബ്ബിനെ പേടിച്ചിട്ട്. ആ റബ്ബി ഇന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് തിന്നോളാൻ, വാ അടി നല്ലോണം. പിറ്റേന്ന് ശവ്വാൽ 2-ൻ്റെ അന്ന് പിന്നെയും നോമ്പ്. അതെന്തിനാ അറിയോ? ഒരു വലിയ അമലിന് ശേഷം ഒരു സന്തോഷം തന്നു, അതിന് നന്ദി. അല്ലാഹുവേ അതിനെന്തെങ്കിലും പറ്റിയെങ്കിലും പരിഹരിച്ചേക്കണേ. ഞാൻ ഒരു 6 ദിവസം കൂടി ഞാൻ എന്ത് ചെയ്യാം? നോമ്പെടുത്തു തരാം. റമദാൻ്റെ ഇതിൽ വന്ന പോരായ്മകൾ എനിക്ക് പരിഹരിച്ചു തരണം. അല്ലാഹു റസൂൽ പറഞ്ഞു, കമൻ ഖസാമ ദഹറ കുല്ല, ഒരു കൊല്ലം മൊത്തം നോമ്പെടുത്തവനെ പോലെയാണ് 6 ദിവസം ശവ്വാലിൽ നോമ്പെടുത്താൽ. അത് തുടർച്ചയായിട്ട് എടുത്താൽ അഫ്ദൽ, അല്ലെങ്കിൽ ശവ്വാലിൽ എപ്പോഴായാലും എടുത്ത് വീട്ടിയാൽ കൂലി കിട്ടും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അല്ലാഹു തൗഫീഖ് നസീബാക്കി. കാരണം എന്താ അറിയോ? നമ്മളെല്ലാം കൊതിക്കുന്ന സ്വർഗ്ഗം. അവിടെ എത്തിയേ പറ്റുള്ളൂ. സ്വർഗത്തിനൊരു സുഗന്ധമുണ്ട്. ഇസ്ലാം മണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മൾ മണക്കണം, നമ്മളെ കുപ്പായം മണക്കണം, നമ്മളെ വണ്ടി മണക്കണം, നമ്മളെ വീട് മണക്കണം, നമ്മളെ ബെഡ്റൂം മണക്കണം. നാറ്റം മുഅ്മിന് പറഞ്ഞ പരിപാടിയല്ല. ഇടയ്ക്കിടയ്ക്ക് മണപ്പിച്ച് നോക്കണം. നാറുന്നുള്ളത് അത് അന്നേരം മാറ്റിക്കോണം. വീട് എൻ്റെ ഉപ്പ എപ്പോഴും പറയുന്നുണ്ട്, പുരക്ക് വന്നാൽ എല്ലാം ഉപ്പ ഒരു സ്വഭാവമുണ്ട്. ഇപ്പോൾ പുരക്ക് വന്നൊരു കറക്കമുണ്ട്, ഫുള്ള് എല്ലാ റൂമും കയറും, പിന്നെ പുറത്തിറങ്ങിയിട്ടൊന്നിങ്ങനെ നടക്കും, എല്ലാം കാണും. ഇവിടെ ഒരു വിലയുണ്ടെങ്കിൽ അതുവരെ കാണും. പണ്ടേയുള്ള സ്വഭാവമാണ്. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഇതിൻ്റെ മുകളിലുള്ള പോലെ ഉണ്ടാവും. നീ ഇതിൻ്റെ മുകളിൽ കാണുന്നില്ലേ, അതേപോലെ ഉണ്ടാവും എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ. എന്നിട്ട് പറയും അത്തഹൂറു ശത്രുൽ ഈമാൻ. അപ്പോൾ പറയും, ഞാൻ എന്താ ചൂടാന്നറിയോ? നിങ്ങളെ ഈമാനിൽ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പോലെ കാണുമ്പോൾ. അതിൻ്റെ ദേഷ്യം ഞങ്ങൾക്ക് പിടിക്കുന്നത്. കാരണം ഈമാൻ ക്ലിയർ ആണെങ്കിൽ ഉപയോഗിക്കുന്ന സാധനം ക്ലിയർ ആയിരിക്കും. അത്ര വൃത്തിയുണ്ടാവും, അത്ര അടുക്കും ചിട്ടയുണ്ടാവും, അത്ര കണിശത കാണിക്കണം, മണക്കണം. ബഹൂർ അറബികളെല്ലാം പോലെയും പള്ളിയെല്ലാം കണ്ടിട്ട് എന്തൊരു രസമാണ് കയറിപ്പോയാൽ തന്നെ. ഇവിടെ നല്ല കാർപ്പറ്റ്, 10-15 AC, മൂലക്കൊരു കൊതുക് തിരി അമ്മമാർക്ക്. 2-3 മാസം പിന്നെ ആ മണം തന്നെ വീട്ടിനുള്ളിൽ. സുജൂദ് ചെയ്തിട്ട് അങ്ങനെ തന്നെ കയറി വന്നിട്ട് നിസ്കരിക്കും. കരിമ്പനുണ്ടാവും. സുജൂദ് ചെയ്താൽ പെട്ടെന്ന് തലപൊന്തിച്ചു, അങ്ങനത്തെ നാറ്റവും. ഒന്നും ശരിയല്ല. നീറ്റ് ആൻഡ് ക്ലീൻ സത്യവിശ്വാസികൾ. അത്ര സ്പ്രേ വാങ്ങുമ്പോൾ 2 എണ്ണം വാങ്ങുക, 1 ആൾക്ക് കൊടുക്കുക. ആർക്ക്? നോക്കല്ല, പള്ളിയിൽ ഇമാമ് നോക്ക്. നിങ്ങൾ 1 മതി, 2 ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചാൽ മതി. ഞാൻ പറഞ്ഞു വന്നതല്ലോ,
മണക്കണം. സ്വർഗത്തിന് മണമുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൻ്റെ മണം എത്ര ദൂരം വരെ അടിച്ചു വീശുന്നറിയോ? പല റിവായത്തുകളുണ്ട്, എല്ലാ റിവായത്തും സഹിഹാണ്. ഒന്നുകിൽ 500 വർഷക്കാലം ഒരാൾ യാത്ര ചെയ്താൽ എത്ര ദൂരം വരെ എത്തുമോ ആ ദൂരം വരെ സ്വർഗത്തിൻ്റെ മണം അടിക്കും. ചില റിവായത്തിലുള്ളത് 100 വർഷം, ചില ആൾക്കാർ പറഞ്ഞു അതിനേക്കാൾ കുറവ്, ചില ആൾക്കാർ പറഞ്ഞു അതിനേക്കാൾ കുറവ്. എന്തായാലും 500 മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പിച്ചു പറഞ്ഞ സംഗതി. 500 കൊല്ലം ഒരാൾ യാത്ര ചെയ്താൽ, നിങ്ങൾ ഡൽഹിയിൽ നിന്ന് എത്ര മണിക്കൂറുകൊണ്ട് എത്തിയ കാർ ഓടിച്ചിട്ട്? 45 മണിക്കൂർ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക്. 500 കൊല്ലം ഈ കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങിയവൻ 500ാമത്തെ കൊല്ലം അവസാനിക്കൽ എവിടെയായിരിക്കും? ഏതോ ഗുദാമിൽ. പറയാൻ കഴിയില്ല, നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല. അത്ര സുഗന്ധമുണ്ട് സ്വർഗത്തിന്. പക്ഷേ 2-3 ആൾക്കാർക്ക് ആ മണം വരെ കിട്ടില്ല. അല്ലാഹു ആകട്ടെ. 500 കൊല്ലത്തെ അടിച്ചു വീശുന്ന സുഗന്ധം 2-3 ആൾക്കാർക്ക് ആസ്വദിക്കാൻ, മണക്കാൻ പോലും കഴിയില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ 7 അയലത്ത് അവർ കൊണ്ടുപോയില്ല. അതിലൊന്ന് അൽ മുതബദ്ദിജാത്ത്. പ്രിയപ്പെട്ടവരെ, ഭാര്യമാരെയും പെൺമക്കളെയും ശ്രദ്ധിച്ചോളേ. അൽ മുതബദ്ദിജാത്ത്, നാട്ടിൻ്റെ നിയമം അനുസരിച്ച് അടിച്ച് പൊളിച്ച് പുറത്തു പോകുന്ന പെണ്ണ്. ഒറ്റ വാക്ക് പറഞ്ഞാൽ ജീൻസ് പാൻറ്, ഒരു ടീഷർട്ട്, പിന്നെ അതിൻ്റെ മുകളിലൊരു മഫ്ത. ഇറാനിയൻ സംസ്കാരം, ഇറാനിയൻ സ്റ്റൈല്, യൂതനുണ്ടാക്കി വിട്ട സ്റ്റൈല്. ടൈറ്റ് പാൻറ്റും ടൈറ്റ് ടീഷർട്ടും, പിന്നെ പേരിന് ഒരു മഫ്തയും, പിന്നെ ചുണ്ടിൽ നിങ്ങളൊന്നും കാണാത്ത പോലെ ഉസ്താദിൻ്റെ ബൊമ്പിളർ നോക്കില്ല, ഇന്നും നോക്കില്ലേ? ചുണ്ടിന് ലിപ്സ്റ്റിക്ക്, മുഖത്ത് കൂട്ടി, മറ്റേ ഏത് ഫെയറൻ ലോലി, അത് ഇത്. എന്നിട്ടും ആരും നോക്കുന്നില്ല. അപ്പോൾ നോക്കിപ്പിക്കാൻ എന്തൊരു വഴി? മാഇലാത്തുൻ മുമീലാത്ത്, മാഇലാത്തുൻ മുമീലാത്ത്. ആണുങ്ങളെ ആകർഷിപ്പിക്കാൻ വേണ്ടി പ്രത്യേക തരം നടത്തം സ്വീകരിക്കുന്നവൾ. പണ്ട് ഉസ്താദ് പറയും, നമ്മൾ ജുബൈർ ഉസ്താദ്, കൗസരില്ലേ, ഒരു ദിവസം പറയും, ബാത്റൂമിൽ പോകുമ്പോൾ പണ്ട് കാലത്ത് കക്കൂസില്ലല്ലോ, എവിടെ പോക്ക്? മരുഭൂമിയിൽ അങ്ങ് ദൂരെ പോകണം എന്നാ മസാല ഫിക്ക് അത് പഠിക്കുമ്പോൾ അവർ അങ്ങ് ദൂരെ പോയിട്ട് ഇരിക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ളവരുടെ കണ്ണ് എത്താത്ത ദൂരം വരെ പോകും. ഇനി അങ്ങ് അത്രയും പോയിട്ട് ഇരുന്നു. അപ്പോൾ ആരെങ്കിലും അതിലേ പോകുന്നുണ്ടെങ്കിൽ എന്താക്കണം? മുണ്ടാണ്ടുന്നത് അതിലങ്ങ് പോയിക്കോളൂല്ലേ. ഇത് പോവും, ഇങ്ങോട്ട് നോക്കല്ലേ, ഞാൻ ഇരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും കാണൂലേ. അതാണ് ഈ പെണ്ണ്, മാഇലാത്തുൻ മുമീലാത്ത്. ഓളാരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, പക്ഷെ അന്യരെ ശ്രദ്ധിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നവൾ. നടത്തത്തിലോ വേഷത്തിലോ സുഗന്ധത്തിലോ ഒക്കെ. കാസർഗോഡ് പെൺപിള്ളേർ, നമ്മൾ കാസർഗോഡായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, ബാക്കി മൊത്തത്തിൽ അങ്ങനെ തന്നെ. പക്ഷെ നമ്മളെ വീട്ടിൽ നിന്ന് പോകുന്ന പെണ്ണ് അങ്ങനെ പോയിരുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് പോകുന്ന പെണ്ണ് തൗഹീദ് ഉണ്ടാവും, മുഹിബ്ബുൽ സുന്നത്തുണ്ടാവും, ഭയങ്കര ദീനുണ്ടാവും. പക്ഷെ മംഗലത്തിന് പോകുന്നത് സാധാ നാടത്തി പോകുന്ന പോലെയാണെങ്കിൽ ലാ യദ്ഖുൽനൽ ജന്ന, ഒരു സ്വർഗത്തിലും പോകില്ല. വലാ യജിദിന റീഹഹ, അതിൻ്റെ മണം പോലും കിട്ടൂല. ഏത് മണം? 500 കൊല്ലത്തെ വഴുദൂരം അടിച്ചു വീശുന്ന മണം അള്ളാഹ് അവൾക്ക് ആസ്വദിപ്പിക്കൂല. കാരണം എന്താ അറിയോ? പെണ്ണിന് പുറത്തു പോകാൻ ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്. അവൾക്കൊരു വേഷമുണ്ട്, അവൾക്കൊരു ഒതുക്കവും അച്ചടക്കവും അദബുമുണ്ട്. അത് പാലിച്ചേ പോകാവൂ. അത് പറയുമ്പോൾ ചോദിക്കും, ഇതെന്തപ്പ ജയിലാ പെണ്ണ്? അതെ, അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ. അതെ, ദുനിയാവ് പെണ്ണിന് ജയിലാണ്. അല്ല, നമുക്കെല്ലാം ജയിലാണ്. വജന്നത്തുൽ കാഫിർ, കാഫിർ എങ്ങനെയും പോകും. ഓക്കെ, എന്തിട്ട് പുറത്ത് പോവാം. നമ്മൾ പെണ്ണങ്ങനെയല്ല, തറവാടിത്തുള്ള പെണ്ണാണ്, ഇസ്സത്തുള്ള പെണ്ണാണ്, നമുക്ക് മാത്രം അവകാശപ്പെട്ട പെണ്ണാണ്. അവൾ അന്യൻ്റെ മുമ്പിൽ ബുള്ളറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ബാക്കിൽ ഭർത്താവിൻ്റെ മുടിയെല്ലാം എടുത്തിട്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ്. കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല. അവർക്ക് ആ പെണ്ണിന് എന്തില്ല? സ്വർഗത്തിൻ്റെ സുഗന്ധം പോലുമില്ല. വേറൊരാൾ പറഞ്ഞാലെന്നറിയോ? ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട അധികാരി പക്ഷേ അനീതിയും അക്രമവും കാണിക്കുന്നുവെങ്കിൽ അവർക്കും സ്വർഗത്തിൻ്റെ മണവില്ല. സുൽത്താൻ അല്ലെങ്കിൽ
പള്ളി പ്രസിഡന്റ്, പള്ളി കമ്മിറ്റി സെക്രട്ടറി ഉത്തരവാദിത്തത്തിൽ ദുൽമ കാണിക്കുന്നു, അക്രമം കാണിക്കുന്നു. ഏൽപ്പിക്കപ്പെട്ട ജോലിയല്ല, അതിൽ അനീതിയും ദുൽമും പ്രവർത്തിക്കുന്നവൻ. അതേപോലെ തന്നെ വേറൊരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മളുടെ, അതായത് ഇസ്ലാമിക രാജ്യത്തുള്ള സംഗതിയാണ്, ഇസ്ലാമിക രാജ്യത്ത് അവിടുത്തെ ഭരണാധികാരിയോട് കരാറ് ചെയ്ത് താമസിക്കുന്ന കാഫിർ, മുആഹദ്, അഹദിലുള്ള, നിങ്ങളത് എൻ്റെ നാട്ടിൽ ഇപ്പോൾ ഗൾഫിലുള്ള ഇവിടുത്തെ ഹൈന്ദവരായ, സൗദി ജോലി ചെയ്യുന്ന ഹൈന്ദവരായ ക്രൈസ്തവരായ ആളുകൾ, അവർക്കൊരു അഹദ് അവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്, നിന്ന് ജോലി ചെയ്ത് സമ്പാദിച്ചിട്ട് പോയിക്കോളി, പ്രശ്നമൊന്നുമില്ല. അവരെ കൊന്നാൽ ആ കൊലയാളിക്കും ഈ പറഞ്ഞ പോലെ സ്വർഗത്തിൻ്റെ മണമില്ല, സ്വർഗത്തിന് സുഗന്ധമുണ്ട്, അത് ആസ്വദിക്കാൻ പറ്റണം. എന്തായിരിക്കും ആ സുഗന്ധം? അല്ലാഹു അഅലം, അല്ലാഹു അഅലം. നമുക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്, അത്ര സുഗന്ധമുണ്ട്. അല്ലാഹു നസീബാക്കി തരട്ടെ. മാത്രമല്ല 8 വാതിലുകൾ കൊണ്ട് മൂടപ്പെട്ടതാണ് അല്ലാഹുവിൻ്റെ സ്വർഗം. 8 വാതിലുകൾ. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല, ആരെങ്കിലും ഇപ്രകാരം പറഞ്ഞാൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഅന്ന ഈസ അബ്ദുല്ലാഹി വബ്നു അമതിഹി വകലിമതുഹു അൽഖാഹ ഇലാ മർയമ വറൂഹും മിൻഹു വഅന്ന അൽജന്നത ഹഖ്ഖുൻ വഅന്ന അന്നാറ ഹഖ്ഖുൻ അദ്ഖലഹു അല്ലാഹു മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി الثمانية ശാഅ. അല്ല പറഞ്ഞത്, ഒന്ന് ഷഹാദത്ത് പൂർത്തിയാക്കി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. 2 വഅന്ന ഈസ അബ്ദുല്ലാഹ്, ഈസ അല്ലാഹുവിൻ്റെ അടിമയാണ്. വബ്നു അമതിഹി, അല്ലാഹുവിൻ്റെ അടിയാത്തിയുടെ മോനാണ്, അല്ലാഹുവിൻ്റെ മോനല്ല. വകലിമതുഹു അൽഖാഹ ഇലാ മർയമ വറൂഹും മിൻ, അല്ലാഹു മറിയമിലേക്ക് ഇട്ട ഒരു കലിമത്താണ് ഈസ. വഅന്നൽ ജന്നത ഹഖ്ഖുൻ വഅന്നൻ നാറ ഹഖ്ഖുൻ, സ്വർഗം ഹക്കാണ്, നരകം ഹക്കാണ്. ഇത് പറഞ്ഞാൽ പോരാ, അതനുസരിച്ച് ജീവിതം മാറ്റണം. എന്ന് പറഞ്ഞാൽ അവനെ സ്വർഗത്തിൻ്റെ 8 വാതിലുകളും വിളിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ സ്വർഗത്തിൻ്റെ 8 വാതിലും ക്ഷണിക്കുന്ന ഒരാളുണ്ട്. ഇമാം മുസ്ലിം ധരിക്കുന്ന ഹദീസാണ്, മൻ അൻഫഖ സൗജൈനി, ആരെങ്കിലും ഇണകളെ എന്ത് ചെയ്താൽ, ദാനം ചെയ്താൽ. ഏതാ മറ്റേ ഡോക്ടർ ആരിഫെല്ലാം ആണെങ്കിൽ എന്ത് ചെയ്യും, കണ്ടോ ഇണകളെ ദാനം ചെയ്യാൻ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് ഇണകളെ? ഇങ്ങനെ ഉണ്ടല്ലോ, ടീംസ് ഉണ്ടല്ലോ, ഭാര്യമാരെ കൈമാറുന്ന പരിപാടിയില്ലേ കേരളത്തിൽ. അത് കേരളത്തിലെത്തി എന്ന് പറയുമ്പോൾ ആലോചിക്കാൻ അവസ്ഥ. തെളിവ് അതാ ഹദീസ്, മുഹമ്മദ് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അൻഫഖ സൗജൈൻ. അതുകൊണ്ടാണ് പറയുന്നത് ഖുർആനും ഹദീസും എങ്ങനെയേ മനസ്സിലാക്കാവൂ, അലാ ഫഹ്മി സഹാബ. അത് സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, താബിങ്ങൾക്ക് എങ്ങനെ കിട്ടി, തബൂ താബിങ്ങൾക്ക് എങ്ങനെ കിട്ടി, അതിങ്ങനെ കൈമാറി 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 വന്ന് ഉസ്താദുമാരിലൂടെ വേണം ഹദീസും ഖുർആനും പഠിക്കാൻ. സ്വന്തം അറബി ഭാഷ അറിയുന്നതിനെ കൊണ്ട് വായിച്ചത്, മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ 2 ഇണകളെ ആരെങ്കിലും ചെലവ് ചെയ്താൽ. ഇണ എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യയും ഭർത്താവും. അപ്പോൾ അള്ളാഹു റസൂൽ എന്ന് പറയുന്നത്, പിന്നെ ഭാര്യനെ അള്ളാഹ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം, ദാനം ചെയ്യണം. ഓള് മാപ്പിളിന് എന്ത് ചെയ്യണം, അള്ളാഹ്ക്ക് വേണ്ടി ദാനം ചെയ്യണം. ഇതായിരിക്കും എന്ത് ചെയ്യുക, അഫ്ദൽ ഉലമയിലെ മഹാന്മാർ ക്ലാസ് എടുക്കുക. അറബി ഭാഷ പഠിച്ചിട്ടുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. നമ്മുടെ സദസ്സതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഈ സൗജയം കൊണ്ട് ഉദ്ദേശം എന്താ അറിയോ? ജോഡികളെ എന്ത് ചെയ്യുന്നവൻ, സദഖ ചെയ്യുന്നവൻ. അതായത് ഇപ്പോൾ ഒരു കുഞ്ഞിക്ക് പെരുന്നാളിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. എന്തെടുത്ത് കൊടുക്കുക? ഒരു പാൻറ്റ്, അതിൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഇപ്പം പാൻറ്റ് മാത്രം ഇട്ടിട്ട് പെരുന്നാൾക്ക് വരാൻ പറ്റും, കുപ്പായം വേണ്ടേ? ഒരു പാൻറ്റും ഒരു കുപ്പായം. അങ്ങനെ ജോഡികളായി കാണുന്നത് എന്തോ അത് ചെലവഴിച്ചാൽ, അങ്ങനെ ഒരാൾക്ക് കൊടുത്താൽ, ഒരു ആടിനെ കൊടുക്കുമ്പോൾ ഒരാണാടും ഒരു പെണ്ണാടും, ഒരു പോത്തിനെ കൊടുത്താൽ ഒരു യജമാനിയും പോത്തിനും, ഒരു പശുവിനെ കൊടുത്താൽ എല്ലാവർക്കും ഉണ്ട്, മാപ്പിളയും കൊടുക്കും. ജോഡി കൊടുത്താൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഒരാള് നൂദിയ ഫിൽ ജന്ന, സ്വർഗത്തിൽ വെച്ച് വിളിച്ചു പറയപ്പെടും, യാ അബ്ദല്ലാഹി ഹാദാ ഖൈർ, അള്ളാന്റെ ദാസ നീ വലിയ നന്മയാണ് ഈ ചെയ്തത്. അതുകൊണ്ട് താഴെ ഒരു ബോർഡ് കണ്ടില്ലോ, 1250 രൂപ. എന്തിന്? പാവപ്പെട്ട ഒരു കുട്ടിക്ക് പെരുന്നാളിൻ്റെ ഡ്രസ്സ് ഇടാൻ. കൊടുത്തോളിട്ടോ, മലക്കൾ സ്വർഗത്തിൽ ഇങ്ങനെ വിളിക്കുന്നത് കേൾക്കാം, യാ അബ്ദല്ലാഹ് ഹാദാ ഖൈർ, അള്ളാന്റെ ദാസ ചെയ്ത് വളരെ നന്നായിട്ടുണ്ട്, അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ട്. എന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫമൻ കാന മിൻ അഹ്ലി സ്വലാ, ശരിക്കും കേൾക്കണേ, ഫമൻ കാന മിൻ അഹ്ലി സ്വലാ, ആരെങ്കിലും നിസ്കാരക്കാരനാണെങ്കിൽ, നിസ്കാരം കൃത്യമായി 5 നേരം സൂക്ഷ്മതയോടെ ചെയ്യുന്ന ആളാണെങ്കിൽ, അള്ളാഹു തൗഫീക്ക് തരട്ടെ, നഷ്ടപ്പെടുത്താതെ, പിന്നെ സമയത്തെ തൊട്ട് പിന്തിപ്പിക്കാതെ, മനഃപൂർവ്വം ഒഴിവാക്കാതെ, ബാങ്ക് കേട്ടാൽ കൃത്യമായി മുഹാഫളതൻ, അത്ര സൂക്ഷ്മതയോടെ ടൈമൊക്കെ പരിഗണിച്ച് നിസ്കരിക്കുന്ന ആൾ. അങ്ങനെ ആരെങ്കിലും, നമുക്ക് മജീഷ പറഞ്ഞല്ലോ, റമദാനിൽ ഒറ്റ വക്തിൻ്റെ അവ്വൽ ജമാഅത്ത് മുടങ്ങിയിട്ടില്ല. അങ്ങനെ ആരൊക്കെയുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? റമദാനിൽ ഒറ്റ വക്തിൻ്റെ അവ്വൽ ജമാഅത്ത് മുടങ്ങാത്ത ആരൊക്കെയുണ്ട്? ഉണ്ട്. മാഷാ അല്ലാഹ്, നിങ്ങളെല്ലാം നന്മയിലൊക്കെ മുന്നേറി. മൗലന്മാർ ക്ലാസ് കൊടുത്തിട്ട് ഇപ്പം ബാക്കിൽ തന്നെ. അള്ളാഹു ഖബൂലാക്കട്ടെ. അതിനെപ്പറ്റി ഒരു ഹദീസ് ഉണ്ട്, പക്ഷെ അതിൻ്റെ സിഹത്തുൽ ലൂഫ് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതൊന്ന് അന്വേഷിച്ചിട്ട് പറയാം. 40 ദിവസം ഒരാൾക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ന് പറയും, അള്ളാഹു ആലം, നോക്കിയിട്ട് പറയാം ഇൻഷാ അല്ലാഹ്. അതിന് വലിയൊരു കൂലിയുണ്ട്, പക്ഷെ ഹദീസ് സഹിയാണെന്ന് അറിയാവുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്താ എന്താ അതിൻ്റെ കൂലി? എന്താ? സ്വർഗുണ്ടെന്നുണ്ട്, ഹദീസ് ഉണ്ട്, 40 ദിവസം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അങ്ങനെ നിസ്കാരത്തെ സൂക്ഷിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ദുഇയ മിൻ ബാബി സ്വലാഹ്, നിസ്കാരത്തിന്റെ വാതിലിലൂടെ വിളിക്കപ്പെടും. ഒമൻ കാന മിൻ അഹ്ലിൽ ജിഹാദി, ജിഹാദിന്റെ അഹ്ലുകാരാണെങ്കിൽ ദുഇയ മിൻ ബാബിൽ ജിഹാദി, ജിഹാദിന്റെ വാതിലിലൂടെ വിളിക്കപ്പെടും. ഒമൻ കാന മിൻ അഹ്ലി സദഖ, നന്നായി സദഖ ചെയ്യുന്നവനാണെങ്കിൽ ദുഇയ മിൻ ബാബി സദഖ, സദഖയുടെ വാതിലിലൂടെ വിളിക്കപ്പെടും. ഒമൻ കാന മിൻ അഹ്ലി സിയാമി, നോമ്പുകാരനാണെങ്കിൽ ദുഇയ മിൻ ബാബി സിയാം, നോമ്പിന്റെ വാതിലിലൂടെ വിളിക്കപ്പെടും. ഏതാണ് ആ വാതിൽ? റയ്യാൻ, അതിലൂടെ വിളിക്കും. ഖാല അബൂബക്കർ സിദ്ദീഖ്, ഇത് കേട്ടപ്പം നമ്മളെ മുതൽ, അബൂബക്കർ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ മുതൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, മാ അലാ അഹദിൻ യുദ്ആ മിൻ തിൽകൽ അബ്വാബി മിൻ ദറൂറ ഫഹൽ യുദ്ആ അഹദുൻ മിൻ തിൽകൽ അബ്വാബി കുല്ലിഹാ, എല്ലാരെയും ഓരോ വാതിലിനെ വിളിക്കുന്നു, പക്ഷെ ഒരാളെ ഈ എല്ലാ വാതിലും കൂടി വിളിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അങ്ങനെയുണ്ട്. വഅർജു അൻ തകൂന മിൻഹും, അബൂബക്കറെ നീ ആ കൂട്ടത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു, ഉറപ്പാണ്. സ്വർഗത്തിന്റെ 8 വാതിലും വിളിക്കും, യാ അബൂബക്കർ തആല, ഈലൂടെ കയറിക്കും. ഇപ്പോൾ മറ്റേ ആൾ വയ്യിലേക്ക് കയറിക്കും, ഇപ്പോൾ മറ്റേ ആൾ ഈയിലേക്ക് കയറിക്കും. പുതിയാപ്പ വരുന്ന പോലെ പുതിയാപ്പുള്ള ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ. പുതിയാപ്പ എന്ന് പറയുമ്പോൾ നുബ്ഹാനും ഫർഹാനും ഒക്കെ മുഖത്തൊരു ചിരി വന്നു. അള്ളാഹു എത്രയും പെട്ടെന്ന് എന്താവട്ടെ കല്യാണം കഴിപ്പിക്കട്ടെ, നല്ല ഇണയെ കൊടുത്ത് അള്ളാഹു ജീവിതം തുടങ്ങാനുള്ള തൗഫീഖ് നസീബാകട്ടെ. എല്ലാവരും ദുആ ചെയ്യും. നമുക്കല്ല അത്രയും എല്ലാവരും ദുആ ചെയ്യുമ്പോൾ നോമ്പ് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യണം? അങ്ങ് കെട്ടിയിടണം. അങ്ങനെ സുഖമായിട്ട് നടക്കേണ്ടത് ദുനിയാവില്, കെട്ടുകല്യാണം കഴിയിട്ട് അല്ലേ. ഖൈർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണേ, സ്വർഗത്തിന്റെ ഈ 8 വാതിലുകൾ, തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. യൗമൽ ഇസ്നൈനി വൽ ഖമീസ്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. മുസ്ലിം ധരിക്കുന്ന ഹദീസ്. ഈ 2 ദിവസത്തിലും വാതിൽ തുറക്കപ്പെടും. ഫയഗ്ഫിറുല്ലാഹു അസ്സ വജല്ല, ആ തുറക്കപ്പെടുന്ന ദിവസം അല്ലാഹു പുറത്തു കൊടുക്കും. ആർക്ക്? ലികുല്ലി ആബിദിൻ, എല്ലാ അടിമകൾക്കും. പക്ഷേ ചില അടിമകൾ ആ കൂട്ടത്തിൽ പെടൂല. ലാ യുശ്രികു ബില്ലാഹി ശൈഅ, ശിർക്ക് ചെയ്യാത്ത അടിമക്ക് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പ്രത്യേകം മഗ്ഫിറത്തുണ്ട്. അതേപോലെ ഇല്ലാ റജുലൻ കാന ബൈനഹു വബൈന അഖീഹി ഷഹ്നാഅ, ഒരാൾക്കൊഴികെ. സ്വർഗം തുറക്കുന്നെന്ന് മുശ്രിക്കിന് എന്തായാലും മാപ്പില്ല. പിന്നെ ഒരാൾക്ക് അവൻ്റെയും അവൻ്റെ സഹോദരൻ്റെയും ഇടയിൽ എന്തുണ്ട്? പിണക്കം. ഷഹ്ന, പിണക്കം അവനുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലാഹു പറയും, ഉൻദുറു ഹാദൈനി ഹത്താ യസ്തലിഹാ, ഈ 2 ആൾക്കാരെയും ഒന്ന് നോക്ക്, അവർ ഒന്നിക്കുന്നുണ്ടോ, പിണക്കം മാറ്റുന്നുണ്ടോ, ഇണക്കത്തിലേക്ക് വരുന്നുണ്ടോ. ഇണങ്ങിയാൽ അവർക്ക് കൊടുത്തേക്കും, ഇല്ലേ അവർക്ക് വേണ്ട. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ശ്രദ്ധിച്ചോളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ.
മാത്രമല്ല ഈ സ്വർഗത്തിൻ്റെ 8 വാതിലുകളും തുറന്നു കിടക്കൂല, പൂട്ടിയിട്ടേ ഉണ്ടാവും. അങ്ങനെയല്ലേ? വിലപ്പെട്ടതെല്ലാം പൂട്ടി വെക്കലല്ലേ? എന്നാൽ നരകത്തിൻ്റെയോ ഓപ്പണ മഫ്തൂഹ. അല്ലാഹു കാക്കട്ടെ. സ്വർഗം പൂട്ടി തന്നെ ഉണ്ടാവും. അതിന് താക്കോല് പിടിക്കാൻ വേണ്ടി മലക്കിനാന്ത ഏർപ്പാടാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആതി ബാബൽ ജന്ന, ഞാൻ അങ്ങനെ സ്വർഗത്തിന്റെ വാതിലിന്റെ അടുക്കലെത്തും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. ഫഅസ്തഫ്തിഹു, അങ്ങനെ ഞാൻ തുറക്കാനായിട്ട് ആവശ്യപ്പെടും. ആ സമയം ഫയഖൂലുൽ ഖാസിൻ, സ്വർഗത്തെ കാക്കുന്ന മലക്ക് ചോദിക്കും, മൻ അൻത, അധികാരത്തിന്റെ വാക്ക് ഏൽപ്പിച്ചാണല്ലേ. അങ്ങനെ ഉണ്ടല്ലോ ചില ഹോസ്പിറ്റലിലെ മുതലാളി ആരായിരിക്കും? അവിടെ നിന്ന് ചാവടിക്കുന്നുണ്ടാവും. സെക്യൂരിറ്റിയോ? ഓൻ്റെ വിചാരം ഹോസ്പിറ്റലിൻ്റെ ഉപ്പാപ്പ വരെ ഓൻ്റെ എന്നാണ്. അങ്ങനെ പെരുമാറുക. അങ്ങനെയുള്ള ഏറ്റവും വലിയ സംഗതിയാണ്. സ്വർഗത്തെ കാക്കുന്ന മലക്കിന് ആ പവറും ഉണ്ടാവും. അപ്പോൾ ഉള്ളുന്ന ചോദ്യം, മൻ അൻത, ആരാ വന്ന് മുട്ടിയത്? ഫഅഖൂലു, അപ്പോൾ ഞാൻ പറയും, മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ നബിമാർക്കും ഈ പേരില്ലല്ലോ. വേറെ ആർക്കും ഈ പേര്, ഒറ്റ പേരില്ല. മുൻ കാലഘട്ടത്തിലുള്ളവർക്കും എന്ത് പേരില്ല? മുഹമ്മദില്ല. ഈ ഉമ്മത്തിന് മാത്രമേ മുഹമ്മദ് ഉള്ളൂ. അത് നമ്മുടെ റസൂൽ തന്നെ പേരായതുകൊണ്ട് ഉമ്മത്ത് വെക്കുന്ന പേരാണ്. ഞാൻ പറയും, ഞാൻ മുഹമ്മദാൻ. ഫയഖൂൽ, അപ്പൊ അതിൻ്റെ ഉള്ളുന്ന ശബ്ദം എന്താണ്? ആളെ പിടുത്തം കിട്ടിയപ്പം ഉള്ളുന്ന ശബ്ദം താണു. ആ ഖാസിം പറയും, ബിക ഉമിർതു ലാ അഫ്തഹു ലി അഹദിൻ ഖബ്ലക്, മുഹമ്മദ് വന്നാലേ തുറക്കാവൂ, അതിന് മുമ്പ് തുറന്നു കൊടുക്കരുത് എന്ന് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ റസൂലിനെ വിട്ടാനുള്ള സംഗതി എന്തായിരിക്കും? ആ റസൂലിനെ വിട്ട് ജീവിക്കുന്നവന്റെ കഥ എന്തായിരിക്കും? അത്ര ഉന്നതമായ പദവിയിലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ആഖിറത്തിൽ ഉണ്ടാവുക. മാത്രമല്ല, ഒരു ദിവസം യഹൂദന്മാരിൽപ്പെട്ട ചില പണ്ഡിതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വന്നു. ഇബ്നു മസ്ഊദ് റിപ്പോർട്ട്, ഇമാം സൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസാണ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു. അങ്ങനെ അയാള് അസ്സലാമു അലൈക യാ മുഹമ്മദ് എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക യാ മുഹമ്മദ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഫദഫഅതുഹു ദഫഅതൻ, ഒരു ചവിട്ട് വെച്ചു കൊടുത്തു. ഞാൻ ദേഷ്യം പിടിച്ച എനിക്ക്. എൻ്റെ മുമ്പ് റസൂലുള്ളാഹിനെ മുഹമ്മദ് എന്ന് വിളിച്ചപ്പം എനിക്ക് പിടിച്ചില്ല, ഒരടി ഞാൻ കൊടുത്തു. അപ്പൊ ഇയാൾ ചോദിച്ചു, ലിമ്മ തദ്ഫഅനി, നീ എന്തിനാ എന്നെ അടിക്കുന്നത്? ഞാൻ ഇപ്പൊ നിന്നെ ഉപദ്രവിച്ചല്ലോ, നീ എന്നെ തട്ടിയെന്തിനാണ്? അപ്പൊ ഞാൻ പറഞ്ഞു, അലാ തഖൂലു യാ റസൂലല്ലാഹ്, നിനക്ക് യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞൂടെ, നീ എന്താ യാ മുഹമ്മദ് എന്ന് പറഞ്ഞു? അതാ സഹാബാക്കൾ ഒന്നും ചെയ്യിക്കൂല. നമുക്ക് സുന്നത്തിനെ കൊന്നു കുഴിച്ചു മുടിയാലും നമ്മൾ ചിരിക്കും. അവസ്ഥ മാറണം പ്രിയപ്പെട്ടവരെ. സുന്നത്ത് അത്ര വിലയുള്ള സാധനമാണ്. എന്നിട്ട് അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നു, പറഞ്ഞു, ഇന്നമാ നദ്ഉഹു, നബിയോട് പറയാൻ, ഇന്നമാ നദ്ഉഹു ബിസ്മിഹില്ലദീ സമ്മാഹു ബിഹി അഹ്ലു, ഞാൻ അങ്ങനെയൊന്നും വിളിക്കൂല. അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന് വെച്ചൊരു പേരുണ്ട്, അതേ ഞാൻ വിളിക്കുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഇസ്മി മുഹമ്മദ് അല്ലദീ സമ്മാനി ബിഹി അഹ്ലി, അത് റസൂലുള്ളാഹിന്റെ സ്വഭാവം. എന്നാൽ എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്, അതാ എൻ്റെ കുടുംബം വെച്ചത്, നീ അങ്ങനെ വിളിച്ചോളി. ഓക്കെ, അങ്ങനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ജിഇതു അസ്അലക്, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. തങ്ങൾ ചോദിച്ചു, അയൻഫഉക ശൈഉൻ ഇൻ ഹദ്ദസ്തുക, നീ ചോദിച്ചതിൻ്റെ മറുപടി ഞാൻ നിനക്ക് പറഞ്ഞെന്നാൽ എന്തെങ്കിലും ഉപകാരപ്പെടുവോ? അപ്പൊ യഹൂദി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, അസ്മഉ ബി ഉദ്നയ്യ, എൻ്റെ ചെവിയോട് ഞാൻ കേൾക്കും, അത്ര തന്നെ. അംഗീകരിക്കാനൊന്നും പോകുന്നില്ല, കേൾക്കും. ശരി, ചോദിച്ചോളി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ആകാശം ഭൂമിയും അത് രണ്ടുമല്ലാത്തതായിട്ട് മാറ്റിമറിക്കപ്പെടുന്ന ഒരു ദിവസം വരുമല്ലോ, യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാതു മത്വിയാതുൻ ബിയമീൻ, അതായത് അന്ത്യനാൾ. അന്ന് ജനങ്ങൾ എവിടെയായിരിക്കും? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇരുട്ടിൽ ഒരു പാലത്തിന്റെ മുകളിലായിരിക്കും. അത് നരകത്തിന്റെ മുകളിലുള്ള പാലമാണ് എന്ന് വേറെ റിവായത്തുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആ പാലം എന്താന്ന് നമുക്കറിയില്ല, പക്ഷെ നരകത്തിന്റെ മുകളിൽ ഒരു പാലമുണ്ട്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹ, എല്ലാവരും അതിന്റെ മുകളിൽ കൂടി പോവേണ്ടി വരികയും ചെയ്യും. അപ്പൊ അയാൾ ചോദിച്ചു, ഫമൻ അവ്വലുൻ നാസി ഇജാസതൻ, എന്നാൽ സ്വർഗത്തിലേക്ക് ആദ്യമായിട്ട് കയറുന്ന ആരായിരിക്കും? തങ്ങൾ പറഞ്ഞു, ഫുഖറാഉൽ മുഹാജിരീൻ, മുഹാജിരിങ്ങളിൽപ്പെട്ട ഫഖീറന്മാരായ പാവങ്ങളായിരിക്കും. അപ്പൊ യഹൂദി ചോദിച്ചു,
സ്വർഗത്തിലെ ആൾക്കാർ സ്വർഗത്തിലേക്ക് പോയാൽ അവർക്ക് ആദ്യമായി കൊടുക്കുന്ന സാധനം എന്തായിരിക്കും? നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ എന്താ ഫസ്റ്റ് കൊടുക്കുക? ജ്യൂസ്. അത് പൊതു നിയമമാണല്ലോ ജ്യൂസ്. നോർത്ത് ഇന്ത്യയിലും പച്ചവെള്ളം, ആദ്യം ഗ്ലാസ്സിൽ വെള്ളം തരിക, അത് കഴിഞ്ഞിട്ടാണ് ചായയോ ജ്യൂസോ എന്താ തരിക. പക്ഷെ അതാണ് ശരിക്കും ഒരു 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 രീതി ആതിഥേയത്തിന് വെള്ളം കൊടുക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖാല സിയാദതു കബ്ദിൻ നൂൻ, മീനിൻ്റെ ലിവർ തിന്നിനെ നിങ്ങൾ? മീനിൻ്റെ ലിവർ തിന്നിട്ടുണ്ടോ? തിന്നിനി? ഇത് മത്തിൻ്റെ, ഐലൻ്റെ, അയക്കൂറൻ്റെ. ഇതല്ല, അള്ളാഹു നസീബാക്കി തരട്ടെ. ഇത് അവിടുത്തെ മീനിൻ്റെ കരട് അവർക്ക് തിന്നാൻ വേണ്ടി കൊടുക്കും. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഫമാ ഗിദാഉഹും അലാ ഇസ്രിഹ, അത് കഴിഞ്ഞിട്ട് എന്താണ് ഭക്ഷണം? ഇത് ഫസ്റ്റ് കൊടുക്കുന്ന വെൽക്കം ഡ്രിങ്ക് ആണ്. ഏത്? ഈ സാധനം കരട്. അത് കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടുന്ന ഭക്ഷണം എന്തായിരിക്കും? ശ്രദ്ധിച്ചോണേ. അപ്പോൾ പറയാണ്, യുൻഹറു ലഹും സൗറുൽ ജന്ന. സൗറിനർത്ഥം സൗർ, കാള. സ്വർഗത്തിലെ കാളനെ അറുക്കും. അവിടെയും പച്ചക്കറിയില്ല. പോയോടെ തന്നെയുള്ളത് ഫസ്റ്റ് മീൻ, പിന്നെയുള്ളത് ഒരു കാളിനെ അറുക്കും. അവർക്ക് വേണ്ടി അറുക്കപ്പെടും. കാന യഅകുലു മിൻ അത്റാഫിഹ, എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ പറിച്ചടിക്കും ഓരോ മൂലക്ക്. അള്ളാഹു നസീബാക്കി തരട്ടെ. പൊള്ളാച്ചിയിലെ കാളയില്ല കേട്ടോ, സ്വർഗത്തിൻ്റെത്. ഹായ് ഹായ് ഹായ്, അള്ളാഹു നസീബാക്കട്ടെ. എങ്ങനെ ഇപ്പോൾ റബ്ബ് തരാണ്ടിക്കുക? ഈ മനുഷ്യന്മാർ എന്തിനാണ് വന്നിരിക്കുന്നത്? കാണാനാ? ഇത് പ്രതീക്ഷിച്ചല്ലേ വന്നിരിക്കുന്നത്. അല്ലാഹു ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവന്റെ കൂലി അള്ളാഹു എന്തെയില്ല, പാഴാക്കി കളയൂല. അപ്പൊ ഈ യഹൂദി ചോദിച്ചു, ഫമാ ശറാബുഹും അലൈ, തിന്നു വരവച്ചാൽ പോരല്ലോ, തിന്നുമ്പോൾ എന്ത് കുടിക്കണം? കുടിക്കാൻ വെള്ളം വേണ്ടേ? അതെന്തായിരിക്കും? ഖാൽ മിൻ ഐനിൻ ഫീഹാ തുസമ്മ സൽസബീൽ. സൽസബീൽ എന്ന് പറയുന്ന ഒരു പുഴയുണ്ട് അവിടെ, അതിലെ വെള്ളമായിരിക്കും കുടിക്കാൻ കൊടുക്കുക. കയറിയവോടുള്ള അവസ്ഥ അതായിരിക്കും. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി ഞാൻ കയറുന്നു. അപ്പൊ ഈ യഹൂദി പറഞ്ഞെന്താ അറിയോ? സദഖ്ത, ഇഞ്ചിയിൽ ഞാനിത് വായിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ സത്യമാണ്, ഇങ്ങനെ തന്നെ നമ്മളെ കിതാബിലുള്ളത്. അതിന് കയറുന്ന ആൾക്കാരുടെ രീതി നമ്മളെ പോലെ ആയിരിക്കുമോ? കണ്ണാടിയിൽ നോക്കിയൊക്കെ എങ്ങനെ കോലം? ഈ കോലമൊന്നും ആയിരിക്കില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു സുംറത്തിൻ, ആദ്യത്തെ ഒരു ഗ്യാങ്. നമ്മളെന്താ ക്ലാസ് നീട്ടുന്നതെന്നറിയോ? നമ്മൾ ഈ ഖത്തം ഇന്നലെ കഴിഞ്ഞു, അൽഹംദുലില്ലാ. ഇന്ന് കുറച്ച് സ്വർഗം കേട്ടിട്ട് നമുക്ക് നിൽക്കാം. നല്ല കിടന്നിട്ട് ചോദിച്ചോളി. കാളൻ ഇറച്ചിയും അതേപോലെ തന്നെ പിന്നെ മീനിൻ്റെ കരളും ഒക്കെ ചോദിച്ചാൽ അള്ളാഹിനോട്. അള്ളാഹിനോട് അങ്ങനെ ചോദിക്കണം. ഓരോന്ന് എടുത്തെടുത്ത് ചോദിക്കും. അള്ളാഹുവേ, ഒരു കാളൻ്റെ ഇറച്ചി കിട്ടുമെന്നാണ് കേട്ടത്, അത് എനിക്ക് വേണം. വാശി പിടിച്ച് ചോദിക്കണം. വാശി പിടിച്ചിട്ട് കുരുത്തക്കെട്ടനായിരിക്കും. എന്നാലും സുജൂദിൽ കിടന്നിട്ട് ഇങ്ങനെ വാശി പിടിക്കുമ്പം എന്ത് പറയും അള്ളാഹു? ചോറയല്ല, ഇപ്പം ഇവൻ ചോദ്യം നിർത്തുന്നില്ലല്ല, മതി, ഒന്നും കൊടുക്കും, പോ, രക്ഷപ്പെട്ട് അങ്ങനെ ചോദിക്കണം അമ്മാനോട്. സുഖമായി പറഞ്ഞില്ലേ? ആവർത്തിച്ച് ഇൽഹാഹോടെ ചോദിക്കണം. തെരു റബ്ബ്, എനിക്ക് വേണം, എനിക്ക്. ഉമ്മാനോട് ചോദിക്കും പോലെ. പണ്ട് റബ്ബർ ബോളിന് എത്രയാ പൈസ? പണ്ടത്തെ ക്രിക്കറ്റ് കളിക്കുന്ന ബോളില്ല, 10 രൂപ ബോള്, ഒറ്റയടിക്ക് പൊട്ടുകയും ചെയ്യും. കളിച്ചുകൊണ്ടിരിക്കുന്നു, ക്രിക്കറ്റിൽ സ്ട്രോങ്ങിൽ നിൽക്കാണ്. നമ്മളാണ് ബാറ്റ് ചെയ്യുന്നു, 10-25 റൺസ് കൊടുത്ത് പിള്ളേരെല്ലാം കൈമുട്ടുന്നു, ബോൾ പൊട്ടി. ആകെ പൈസ തരാൻ ചാൻസ് ഉള്ള നമ്മളെ ഉമ്മയേ ഉള്ളൂ, അത് വിട്ട് തരുന്നുമില്ല. എങ്ങനെയാ ചോദിക്കുക? കോന്തലയും പിടിച്ചിട്ട് മൂളി ഇങ്ങനെ കറങ്ങി. എത്ര ഉമ്മയുടെ പോകുന്നു നടക്കും, അടുക്കളയിൽ ഉമ്മ മാത്രം പോയാൽ മാതിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഇങ്ങനെ മൂളും. ഗതി കെട്ടിട്ട് ഉമ്മ പറയും, കൊടുത്തിട്ട് വിടണ പൈസ 10 രൂപ, അന്നേരം നിന്നിട്ട് വിടും. അതേപോലെ റബ്ബിനോട് അങ്ങനെ ചോദിക്കണം. അള്ളാഹു നസീബാക്കി തരട്ടെ. അവ്വലു സുംറത്തിൻ തലിജുൽ ജന്ന, സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നവരുടെ രൂപം. സൂറത്തുഹും അലാ സൂറത്തിൽ ഖമരി ലൈലത്തൽ ബദർ. നമ്മൾ കർമ്മന്മാരല്ലേ, കറുത്ത മനുഷ്യന്മാർ. അവിടെ കറുത്ത മനുഷ്യനായിരിക്കില്ല, അവിടെ നമ്മൾ തിളങ്ങും. 14-ാം രാവിൻ്റെ ചന്ദ്രനെ പോലെയായിരിക്കും അവരുടെ മുഖം. അത്ര പ്രകാശം ഉണ്ടാവും. കരിവാളിപ്പ് തീരെയില്ല. കാരണം ഭയങ്കര സന്തോഷത്തിലാണുള്ളത്, ഭയങ്കര ഹാപ്പിയിലാണുള്ളത്. കാരണം പോകുന്നത് എങ്ങോട്ടാ? റബ്ബിൻ്റെ സ്വർഗത്തിലേക്ക് കയറാൻ പോകുന്നത്. ആദ്യമായിട്ട് പ്ലെയിനിൽ കയറുന്ന മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടോ?
ഒന്ന് നോക്കണം. ആദ്യമായിട്ട് പ്ലെയിനിൽ കയറുന്ന ആൾക്കാരുടെ മുഖത്തൊരു ചിരി ഉണ്ടാവും, ഒരു ചെറിയ പുഞ്ചിരി. കാരണം ഇങ്ങനെ നോക്കിക്കണ്ട സാധനമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒന്ന് നടക്കുമ്പോൾ ഒരു ചിരി ഉണ്ടാവും മുഖത്ത്. അത് പ്ലെയിന്, എയർ ഇന്ത്യ. ഇതോ ജന്നത്തുൽ ഫിർദൗസ്, അതിൽ കയറുന്നു എൻ്റെ മുഖത്തിൻ്റെ ഭാവം നമുക്ക് സങ്കല്പിച്ചൂടെ? ആ സന്തോഷത്തിലുണ്ടാവുന്ന തിളക്കം 14-ാം രാവിൻ്റെ ചന്ദ്രനെ പോലെ ഉണ്ടാവും. മാത്രമല്ല ലാ യബ്സുഖൂന ഫീഹ, അവരിൽ തുപ്പൂല. വലാ യംതഖിതൂന, എന്തില്ല, കഫ ഉണ്ടാവില്ല. വലാ യതഗവ്വതൂന, കാഷ്ടിക്കുകയില്ല. മാത്രമല്ല ആനിയത്തും ഫീഹ അദ്ദഹബു, ആ കയറുന്ന ആളുകളുടെ പാത്രങ്ങൾ സ്വർണമായിരിക്കും. അംഷാത്തുഹും മിനദ്ദഹബി വൽ ഫിദ്ദ, മുടിചീകുന്ന ചീർപ്പില്ലേ, അത് സ്വർണവും വെള്ളിയുമായിരിക്കും. വമജാമിറുഹും അൽ ഉലുവ, അവര് കത്തിക്കാൻ പുകക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം, ഒരു മരകഷ്ണായിരിക്കും. ഹദീസിന്റെ ശറഹിൽ മുഹദ്ദിസിങ്ങൾ ഊദുൽ ഹിന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അലം. ഇന്ത്യയിലെ ഊദായിരിക്കും സ്വർഗത്തിൽ കത്തിക്കാൻ കഴിയുന്ന. ഗൾഫിലെ വില കൂടിയ ഊതയല്ല, ഇന്ത്യൻ്റെ അല്ലേ, നമുക്ക് വാങ്ങുകയില്ല, അറബികളെ വാങ്ങി ഉപയോഗിക്കും. കാബാലയത്തിൽ തേക്കുന്ന ഊതില്ലേ, ഒന്ന് അനേകായിരം ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് തൊടുന്നൊരു സ്ഥലം, അവിടെ നാറൂല ഒരിക്കലും. ഇടക്കിടക്ക് ഈ സാധനം തേച്ചുകൊടുക്കും. ഊദുൽ ഹിന്ദ് അതാണെന്ന് ചറഹിൽ ഹദീസിന്റെ പണ്ഡിതമായി പറഞ്ഞു. അല്ലാഹു അലം. വറഷ്ഉഹും അൽ മിസ്കു, അവരുടെ വിയർപ്പ് കസ്തൂരിയാണ്. വലികുല്ലി വാഹിദിൻ മിൻഹും, ഫർഹാനിലൊരു കുട്ടി, അവൻ അറബി അറിയുന്നുണ്ട്. വലികുല്ലി വാഹിദിൻ മിൻഹും, ആ കയറുന്നവരിൽ ഓരോരുത്തർക്കുമുണ്ട്. എത്രയുണ്ട്? വെളുങ്ങ കേൾക്കണ്ട, എത്രയുണ്ട്? എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ, കയറുന്നവർക്കെല്ലാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. യുറാ മുഖ്ഖു സാഖൈഹിമാ, യുറാ മുഖ്ഖു സാഖൈഹിമാ, അവരുടെ കണങ്കാലിൻ്റെ ഉള്ളിലുള്ള മജ്ജ അത് പുറത്ത് കാണും. അമ്മാതിരിയായിട്ട് ദുനിയാവ് കാണും. ഹദീസിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു, അത്ര നേർമമായ, ഇന്നതാക്കാനല്ലേ മനുഷ്യന്മാർ, അത് ക്രീം, ആ ക്രീം, മറ്റേ ക്രീം തേച്ചിട്ട് മിനുസപ്പെടുത്താൻ. യുറാ മുഖ്ഖു സാഖൈഹിമ, അവരുടെ കണങ്കാലിന്റെ ഉള്ളിലെ മജ്ജ, മിൻ വറാഇൽ ലഹ്മി, ഇറച്ചിയുടെ ഉള്ളിലൂടെ പുറത്ത് കാണാൻ പറ്റും. മിനൽ ഹുസ്നി, എന്തുകൊണ്ട്? സൗന്ദര്യത്താൽ. അത്ര സുന്ദരികളായവർ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലുണ്ട്. പക്ഷെ ഒരു പ്രത്യേകത എന്താ അറിയോ? ലഖ്തിലാഫ ബൈനഹും വലാ തബാഗുൻ, അവിടെ ഇത്രയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തില്ല, ഒരു പോലും ഇല്ല, ഒരടിയും ഇല്ല, ഒരു ദേഷ്യവും ഇല്ല, ഒന്നുമില്ല. ഖുലൂബുഹും ഖൽബു വാഹിദ്, ഹൃദയം ഒരാളെ ഹൃദയം പോലെ. യുസബ്ബിഹൂന അല്ലാഹ ബുക്റതൻ വഅശിയ്യ, അവിടെ ചൂടാവാനും ദേഷ്യം പിടിക്കാനും കുറ്റം പറയാനും ആരോപിക്കാനും നേരമില്ല. അവർ രാവിലെയും വൈകുന്നേരവും തസ്ബീഹാത്തുകൾ പറഞ്ഞുകൊണ്ട് നടക്കും. കാരണം ഇത് കൊടുത്ത റബ്ബിനെ അവരിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു, കിട്ടിപ്പോയി, എൻ്റെ റബ്ബും എൻ്റെ റസൂലും എന്നോട് പറഞ്ഞിതാ, എനിക്ക് കിട്ടിപ്പോയി. തസ്ബീഹ് ചെയ്തുകൊണ്ട് നടക്കും അവർ. വേറെ വർത്തമാനത്തൊന്നും അവിടെ നേരം ഉണ്ടാവില്ല. അള്ളാഹു നസീബാക്കി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ ജുർദൻ മുർദൻ ബീദൻ ജആദൻ മുകഹലിൻ, അതാ അവരുടെ രൂപം. ജുർദൻ, ശരീരത്തിൽ ഒരു രോമം ഉണ്ടാവില്ല, ശരീരത്തിൽ ഒരു രോമവും ഇല്ല. മുർദൻ, മുഖത്തുള്ള രോമം, മീശ താടി അതും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ വെച്ചോ, ഇവിടെ വെച്ചോനാടെ വെക്കണ്ട, ഇവിടെ വെക്കാൻ ചെറിയ മടിയുണ്ടാവും. പെണ്ണ് കെട്ടില്ല എന്ന് അധികം ആൾക്കാർക്ക്, ചെറുപ്പക്കാർക്ക് പേടി, താടി വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. അത് വെച്ചില്ല. നമ്മൾ 2 പടക്കുവിനെ വാങ്ങി വെച്ചു വീട്ടിൽ, അതിനൊരു ഉഷാറില്ല, 2 ഉഷാറില്ല. അപ്പം എന്ത് പറയും ഉമ്മ, ഒരു പൂവനെ വാങ്ങണം. പൂവനെ വാങ്ങാണ്ട് പോയി. ആ പൂവൻ എങ്ങനെ നമ്മൾ തിരിച്ചറിയാം? അതിൻ്റെ പൂവ് നോക്കിയിട്ട്, അതിൻ്റെ ആ വാല് നോക്കിയിട്ട്, അതിൻ്റെ ആ ഗ്ലാമർ നോക്കിയിട്ട്. അപ്പോൾ ആണിനുള്ള ഒരു പ്രത്യേകതയുണ്ട് സൃഷ്ടിപ്പിൽ. ഇത് മനുഷ്യൻ്റെ ആണുങ്ങളുടെ സൃഷ്ടിപ്പിൻ്റെ പ്രത്യേകതയാണ്, സൗന്ദര്യമാണ് ഇത്, ഈ താടി. പക്ഷെ സ്വർഗത്തിൽ എന്തില്ല? ഇതില്ല. ഇത് ദുനിയാവിൻ്റെ ഖിൽഖത്താണ്, അത് സ്വർഗത്തിൻ്റെതാണ്. അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. മുഖത്ത് രോമങ്ങൾ ഉണ്ടാവില്ല. ബീബൻ, നല്ല വെളുത്ത നിറായിരിക്കും. കളർ നോക്കിയിട്ട് ഇവിടുന്ന് ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ നോ ടെൻഷൻ, ഒന്നും പേടിക്കണ്ട, ഇൻഷാ അല്ലാഹ്. അവിടെ എത്തിയാൽ സായിപ്പിൻ്റെ വെളുപ്പല്ല, റസൂലുള്ളാഹി തങ്ങളുടെ വെളുപ്പ് എന്താണ്?
ഹുമുർ കളർന്നത്, ചുവപ്പ് കലർന്ന മനോഹരമായ കളർ, അതായിരിക്കും മുഖഹലീൻ. എന്തുണ്ടാവും? സുർമ ഇടൂല, പക്ഷെ സുർമ ഇട്ട പോലെയായിരിക്കും അവരുടെ കണ്ണുകൾ ഉണ്ടാവുക. അബ്നാഉ സലാസിൻ വസലാസീൻ, വയസ്സോ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, 33ന്റെ ഉഷാറിലായിരിക്കും ഉണ്ടാവുക. വഹും അലാ ഖൽഖി ആദം 60 ദിറാഅൻ, തൻ്റെ ബാപ്പ ആദം നബിൻ്റെ നീളമായിരിക്കും. എത്ര? 60 അടി നീളം അവർക്കുണ്ടാവും. ഖൈർ. സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഒരേ ദറജയല്ല കൊടുത്തിട്ടുള്ളത്, പലർക്കും പല ദറജയാണ്. ബദർ യുദ്ധത്തിൻ്റെ ദിവസം ഒരു സഹാബി മരണപ്പെട്ടു, ഹാരിസ റളിയല്ലാഹു അൻഹു. ഞാൻ ഒന്ന് പോയപ്പോൾ പറഞ്ഞതിൻ്റെ കഥ. ഹാരിസ റളിയല്ലാഹു അൻഹു, വെള്ളം ഉണ്ടല്ലോ, കിണർ, ബദറിൻ്റെ കിണറ്റിൻ്റെ കഥ അറിയാലോ. മുസ്ലിങ്ങൾക്ക് കിട്ടാതെ തടസ്സം സൃഷ്ടിച്ചാണ് നിന്നിട്ടുള്ളത്. അതിൻ്റെ കാവലാണ് ഈ സഹാബി. പക്ഷെ സഹാബിക്ക് ഒരു അമ്പ് വന്ന് തറച്ചു. അത് എവിടുന്നാ വന്നതെന്ന് അറിയില്ല. മുസ്ലിമീങ്ങൾ അമ്പെയ്തതാണോ, ശത്രുക്കൾ വെള്ളം കുടിക്കാൻ വരുന്നതെന്ന് തോന്നിപ്പോയിട്ട്, അതല്ല ശത്രുക്കൾ മുസ്ലിം പട്ടാളക്കാരനെ കണ്ടപ്പോൾ അമ്പെയ്തതാണോ ഒന്നും അറിയില്ല. ആള് വീണു. മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്നാണ് ആ അമ്പ് വന്നത് എന്നാണ് അവിടെ പ്രചരിച്ചത്. അപ്പോൾ മുസ്ലിം പട്ടാളക്കാർ എന്ത് ചെയ്തു? കൂടെയുള്ള ആളെ തന്നെ കൊന്നു. അപ്പൊ ഷഹീദായില്ല. ഷഹീദാവാൻ വേണ്ടി ആര് കൊല്ലണം? കാഫർ കൊല്ലണം. ഹാരിസന്റെ ഉമ്മാക്ക് ഭയങ്കര ടെൻഷനായി. ഉമ്മ റസൂലുള്ളാഹി തന്നെ കാണാൻ വന്നു. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ മോൻ ഹാരിസിന്റെ അവസ്ഥ എന്താ? ഓൻ്റെ ഉപ്പയില്ല. എന്നോട് കാല് പിടിച്ച് അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ യുദ്ധത്തിന് വിട്ടത്. ഓൻ ഇങ്ങനെ കൊല്ലപ്പെടുകയും ചെയ്തു. ആൾക്കാരൊക്കെ പറയുന്നു ഷഹീദല്ല. എന്താ ഓൻ്റെ അവസ്ഥ? ഓൻ സ്വർഗത്തിലാണെങ്കിൽ എനിക്കത് മതി, ഇനി അല്ല എങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എനിക്ക് എന്നെ പറയാൻ കഴിയാൻ നിങ്ങൾക്ക് കാണേണ്ടി വരും. എൻ്റെ ഉമ്മൻ സ്വർഗത്തിലല്ലെങ്കിൽ. അപ്പോൾ റസൂലുള്ളാഹി വിളിച്ചു, വൈഹക്കി യാ ഉമ്മ ഹാരിസ, ഏ ഉമ്മ ഹാരിസ, ഹാരിസന്റെ ഉമ്മ, അവ ജന്നത്തുൻ വാഹിദത്തുൻ ഹിയ, നിങ്ങൾ എന്ത് പറയുന്നു? സ്വർഗം ഒന്നേ ഉള്ളൂ. ഇന്നഹാ ജിനാനുൻ കസീറ, സ്വർഗം ഒരുപാടുണ്ട്. വഇന്നഹു ഫീ ജന്നത്തിൽ ഫിർദൗസ്, നിങ്ങളുടെ മോൻ എവിടെയാണ്? ജന്നത്തുൽ ഫിർദൗസിലാണ്. അപ്പൊ എന്ത് മനസ്സിലായി? സ്വർഗം പല ദറജകൾ ഉണ്ട്, അതിലേറ്റവും ടോപ്പാണ് ഇത്, ജന്നത്തുൽ ഫിർദൗസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ സ്വർഗത്തിൽ ഒരു സാലിഹായ അടിമക്ക് വലിയ ദറജ അള്ളാഹു ഉയർത്തിക്കൊടുക്കും. മുസ്ലിം ധരിക്കുന്ന ഹദീസാണ്. ഫയഖൂൽ, അപ്പൊ ഈ ചങ്ങായി പറയും, യാ റബ്ബി, അള്ളാഹുവേ, മിൻ ഐന ലീ ഹാദാ, എനിക്ക് എങ്ങനെയപ്പോ ഇത്രയും വലിയ ദറജ കിട്ടുന്നത്? കാരണം ഓൻ അറിയാന്ത് അത്രയൊന്നും ചെയ്തിട്ടില്ല. ഓൻ ചെയ്യാത്ത ദറജ അള്ളാഹു ഓന് ഏറ്റി കൊടുക്കുമ്പോൾ ചോദിച്ചു, മിൻ ഐന ലീ ഹാദാ, ഇതെന്തിനാ റബ്ബി എനിക്ക്? അപ്പൊ അള്ളാഹു പറയും, ഫയഖൂൽ ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മകൻ നീ മരിച്ചതിന് ശേഷം നിനക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്ന മക്കളെ കിട്ടിയും ഭാഗ്യവാൻ. അല്ലാണ്ട് ഉപ്പ മരിച്ചു, രണ്ടാമത്തെ ദിവസം ഓന മരിക്കലേക്ക് പോയി, പിന്നെ വിളിയില്ല, പറച്ചില്ല, ഒന്നുമില്ല, ഖലാസ് കഴിഞ്ഞു. പിന്നെ ഉപ്പാൻ ഓർമ്മയില്ല. എന്നാൽ പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കലും വരിക, ഉപ്പാന്റെ കബറിനടുത്ത് പോവുക, ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുക. ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മകൻ നിന്നെ മറക്കാണ്ട് എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ ചെയ്യാറുണ്ട്. ഓരോ ചോദ്യം വരുമ്പോഴും ഞാൻ നിനക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നിന്റെ ദറജ കൂട്ടുന്നുണ്ട്. അതാ ഇപ്പം കിട്ടിയത്, നീ ചെയ്തിട്ടല്ല, എൻ്റെ മോൻ ചെയ്തിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് ആ സാലിഹ്യങ്ങളാവണം മക്കൾ എന്ന് പറയാൻ കാരണം. അള്ളാഹു നസീബാക്കി തരട്ടെ. ഉറക്കം വരുന്നുണ്ടാ? വേറൊരാളുണ്ട് ദറജ ഉയർന്നു കിട്ടുന്ന ഒരാൾ. ആരായിരിക്കും? ആരായിരിക്കും? ബാറക്കല്ലാഹു ഫീക്. അള്ളാഹു പറയും, ഇഖ്റ വർതഖി വറത്തിൽ كما كنت ترتله في الدنيا فإن منزلتك عند آخر آية تقرأها. الله വിളിക്കും, സ്വർഗത്തിൽ നിന്ന് മുഅ്മിനെ വിളിക്കും, ഓത് ഖുർആൻ ഓത്. ദുനിയാവിൽ ഓതാൻ അറിയാത്തവൻ അവിടെ ഓതാൻ കഴിയില്ല. كما كنت ترتله في الدنيا, ദുനിയാവിൽ ഓതിയ പോലെ ഓത്. ഇവിടെ ഓതാൻ മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആളൊന്നും വാങ്ങിയില്ല. അല്ലാഹു പറയും, ഓതിക്കൊണ്ട് സ്വർഗത്തിന്റെ പടി കയറിക്കോ, ഏറ്റവും എവിടെയാണോ ഈ ഓതി നിർത്തുന്നത് അവിടെയായിരിക്കും നിന്റെ സ്ഥലം. ഹാഫിദുകൾ പോട്ടെ, എന്നും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന, ഖത്തം തീർത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ എപ്പോൾ നോക്കിയാലും കുൽഫു എന്ന മാത്രമാണെങ്കിലോ
3 സ്റ്റെപ്പ് കയറിയത് കഴിഞ്ഞു, സുഹൃത്ത് കഴിഞ്ഞു, ഓൻ്റെ സ്ഥലവും കഴിഞ്ഞു. പഠിക്കണം, പഠിക്കണം, ഖുർആൻ ഓതാൻ പഠിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിലെ ഈ ഉന്നതമായ ദർജകളുണ്ട്. എന്നാൽ ഏറ്റവും ഉന്നതമായ സ്ഥലം ആർക്കുള്ളതാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിൻ, ശ്രദ്ധിക്കണേ, നിങ്ങൾ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ ഫഖൂലു മിസ്ല മാ യഖൂൽ, അദ്ദേഹം പറയും പോലെ നിങ്ങളും പറയണം. സുമ്മ സല്ലു അലയ്യ, അങ്ങനെ ബാങ്ക് കഴിഞ്ഞാൽ ആദ്യത്തെ സുന്നത്ത് എനിക്ക് വേണ്ടി നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. ഫഇന്നഹു മൻ സല്ല അലയ്യ സ്വലാത്തൻ, ആരെങ്കിലും എനിക്കൊരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, അള്ളാഹു തിരിച്ച് 10 നന്മകൾ കൊടുക്കും. എന്നിട്ട് സുമ്മ സലുല്ലാഹ ലീ അൽ വസീല, എനിക്ക് വേണ്ടി നിങ്ങൾ വസീലത്തിനെ ചോദിക്കണം. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അതെന്താണ് ഈ വസീല? ഫഇന്നഹാ മൻസിലത്തുൻ ഫിൽ ജന്ന ലാ തൻബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാഹ്, സ്വർഗത്തിലെ ഒരു സ്ഥാനമാണ്, അത് അള്ളാഹിന്റെ അടിമകളിൽപ്പെട്ട ഒറ്റ ഒരാൾക്കേ കിട്ടുള്ളൂ. വഅർജു അൻ അകൂന അന ഹുവ, അത് ഞാനാവാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി വസീല ചോദിക്കണം. ഇനി ആരെങ്കിലും ഫമൻ സഅല ലീ അൽ വസീല, അതെനിക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചോദിച്ചാൽ ഹല്ലത് ലഹു ശഫാഅ, എൻ്റെ ശഫാഅത്ത് അവന് കിട്ടും. ബാങ്കിന് ശേഷമുള്ള ദുആ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല വൽ ഫളീല. വൽ ഫളീല കഴിഞ്ഞിട്ട് വദ്ദറജത റഫിയ ഇല്ല, വദ്ദറജത റഫിയ ഹദീസിലുള്ളതല്ല, പിന്നീട് ആരോ കടത്തി കൂട്ടിയതാണ്, അത് പറയരുത്. പിന്നീടത് വബഅത്ഹു മഖാമൻ മഹ്മൂദനില്ലദീ വഅദ്ത, ഖലാസ്. പിന്നെന്തില്ല? വറസുഖനാ ശഫാഅതഹു യൗമൽ ഖിയാമ ഇല്ല. അത് കടത്തി കൂട്ടാനുള്ള കാരണം എന്താ അറിയോ? ഇത് ചോദിച്ചാൽ ഓൻ എന്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഷഫാഅത്ത് കിട്ടും. അപ്പൊ ഇതിൻ്റെ കൂടെ ഒരു ദുആ ചെയ്തു ചേർത്തു, ആ ഷഫാഅത്ത് എനിക്ക് തരണേ. അത് പറ്റൂല, പറഞ്ഞാൽ മതി, എൻ്റെ അപ്പുറത്ത് പറയണ്ട. അത് പറഞ്ഞാൽ തന്നെ ഇത് കിട്ടിക്കോളും ഇൻഷാ അല്ലാഹ്. പറയണം. അള്ളാഹു അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. ഒന്നുകൂടെ, സ്വർഗത്തിൽ ബിൽഡിങ്ങുകളുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, വീടുകളുണ്ട്, കൂടാരങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു വീടിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മരിക്കലില്ല, അവിടെ കിട്ടുന്നതിനൊന്നും നിരാശയില്ല, പിന്നെ അവിടെ ധരിക്കുന്ന ഡ്രസ്സ് നുരുമ്പി നശിച്ചു പോകലില്ല, പിന്നെ അവിടുത്തെ യുവത്വം 33 വയസ്സ് കൂടലില്ല. പിന്നെ ഇത് കേട്ടപ്പോൾ ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ ബിനാഉഹ, അവിടുത്തെ ബിൽഡിംഗ് എങ്ങനെ ഉണ്ടാവും? റസൂലുള്ളാഹി പറഞ്ഞു, ലബിനത്തും മിൻ ദഹബിൻ, ഒരു ഇഷ്ടിക സ്വർണം, വലബിനത്തും മിൻ ഫിദ്ദ, മറ്റൊരു ഇഷ്ടിക വെള്ളി. വെള്ളിനെയും സ്വർണ്ണത്തിന് ഇഷ്ടിക കണ്ടിനോ? കാസർഗോഡുകാരോട് കണ്ടിനോ എന്ന് ചോദിക്കുന്ന ഇയാൾ എന്താക്കണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? സ്വർണത്തിന്റെ ഇഷ്ടിക കണ്ടിനോ? ഒരു സ്വർണം, ഒരു വെള്ളി. അത് വെക്കാനുള്ള സിമെന്റ് മിസ്കായിരിക്കും. താഴെയുള്ള മണ്ണ് ജഅഫറാൻ, എന്താണ് പറയാ? കുങ്കുമം, ആ നിറം. ചിരൽക്കല്ലുകൾ ഉണ്ടാവില്ലേ, അത് മുത്തുകളും പവ്യങ്ങളുമായിരിക്കും. വെറുതെ ഒന്ന് സങ്കല്പിച്ചോ, എന്നാലും അതായിരിക്കൂല, നമ്മളെ സങ്കല്പത്തിനപ്പുറത്താണ് സ്വർഗം, നമുക്ക് പിടുത്തം കിട്ടൂല, അത്ര മനോഹരമായിരിക്കും. അള്ളാഹു നസീബാക്കി തരട്ടെ. തങ്ങൾ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ഗുർഫൻ, സ്വർഗത്തിൽ ചില വീടുകളുണ്ട്. യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ വ ബാത്തിനുഹാ മിൻ ളാഹിറിഹാ, ഉള്ളുന്ന് പുറം കാണും, പുറത്തുനിന്ന് ഉള്ളും കാണും. അഅദ്ദഹല്ലാഹ്, അത് അല്ലാഹു തയ്യാർ ചെയ്തിരിക്കുന്നു 3 സ്വഭാവമുള്ളവർക്ക്. സ്വർഗത്തിൽ ആ വീട് വേണമെങ്കിൽ ഈ 3 സ്വഭാവം ഉണ്ടായിക്കോളി. ഒന്ന്, ലിമൻ അതാബൽ കലാം, നന്നായി സംസാരിക്കുന്ന ആള്. നന്നായി എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ പ്രസംഗിക്കുന്ന ആളല്ല, ആളുകളോട് അവരുടെ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന വാക്കുകൾ ഉപയോഗിച്ച് വർത്താനം പറയുന്ന നല്ല സ്വഭാവമുള്ള ആൾ. ചില മനുഷ്യന്മാർ വർത്താനം പറയാൻ തുടങ്ങിയാൽ തന്നെ നമുക്ക് ഭ്രാന്ത് പിടിക്കും, അവർക്കിതില്ല. ചില ആളുകൾ ഒന്നെന്നോട് മിണ്ടിയെങ്കിൽ നമ്മൾ കൊതിക്കും, അങ്ങനെ. ലിമൻ അതാബൽ കലാം. 2, ലിമൻ അത്അമ അത്അം, എന്ത് കൊടുത്തവർക്ക് ഭക്ഷണം കഴിപ്പിച്ച ആള്. 3, ലിമൻ അഫ്ശസ് സലാം, സലാം വ്യാപിപ്പിച്ച ആള്. അതൊക്കെ ഉണ്ടല്ലോ, അസ്സലാമു അലൈക്കും. 4ാമതൊരു റിവായത്ത് വന്നിട്ടുണ്ട്, ലിമൻ സ്വല്ലാ ബിൽ ലൈലി വന്നാസു നിയാം,
ജനങ്ങൾ ഉറങ്ങുമ്പം രാത്രിയിൽ നിസ്കരിച്ചു. ഇപ്പോൾ ടൗണിലും മാർക്കറ്റിലൊക്കെ കുറേ ആൾക്കാർ കളിയിലും ചിരിയിലും മാർക്കറ്റിലുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ നിസ്കാരത്തിൽ അവർക്കുള്ളതാണ്. അള്ളാഹു നസീബാക്കി തരട്ടെ. ഒന്നുകൂടെ പറയട്ടെ. ഒരു ദിവസം ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വരികയാണ്, റൂമിലേക്ക്. കൈമിൽ ഒരു പാത്രത്തിൽ കുറച്ച് കറിയുണ്ട്. അപ്പോൾ ഖദീജ വരുന്ന കണ്ട് ഖദീജ എത്തുന്നതിന് മുമ്പ് ജിബ്രീൽ വന്നു റസൂലുള്ളാഹിന്റെ അടുത്ത്. എന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് ഹാദിഹി ഖദീജ, ഇതാ ഖദീജ വരുന്നുണ്ട്. അതത്ക ബിഇനാഇൻ ഫീഹി ത്വാം, ഭക്ഷണം എടുത്തിട്ട് പാത്രം പിടിച്ചിട്ട് ഖദീജ വരുന്നുണ്ട്. ഖദീജ വന്നു കഴിഞ്ഞാൽ നബിയെ നിങ്ങൾ പറയണം, ഫഅഖരിഹ മിൻ റബ്ബിഹ അസ്സലാം, ഖദീജയുടെ റബ്ബ് ഖദീജക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. ഏത് ലെവലാ നോക്കി. റബ്ബുൽ ആലമീൻ സലാം പറഞ്ഞിരിക്കുന്നു ജിബ്രീലിനോട്, പോയിട്ട് ഖദീജക്ക് എൻ്റെ ഒരു സലാം പറഞ്ഞിട്ട് വാ, അത് പറയണം. മാത്രമല്ല വബശ്ശിർഹാ ബിബൈത്തിൻ, ഒരു വീടുണ്ടെന്ന് അവർക്ക് സന്തോഷ വാർത്തയും അറിയിക്കണം. നാളെ സ്വർഗത്തിൽ ഒരു മുത്തുകൊണ്ടുള്ള ഭവനം ഖദീജക്കുണ്ട് എന്നും നിങ്ങൾ അറിയിച്ചേക്കും. അതുകൊണ്ട് ഖദീജയെപ്പോലെ ആയവർക്ക് അതുണ്ട്, സംശയമില്ല. പെണ്ണുങ്ങൾക്ക് ഖദീജയെപ്പോലെ ആവർക്കേണ്ടതുണ്ട്. വേറൊരു കാര്യമുണ്ടല്ലോ, ഒരു അമൽ നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ സ്വർഗത്തിൽ പുര കിട്ടുമെന്ന് ഹദീസിൽ വന്നത്. മാഷാ അല്ലാഹ്, റവാത്തിബ് സുന്നത്ത് 5 നേരത്തെ ആ 12 റക്അത്ത്, സുബ്ഹിന്റെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 4, 4 2 6, ളുഹറിന് ശേഷം 2, 6 2 8, മഗ്രിബിന് ശേഷം 2, 8 2 10, പിന്നെയോ ഇശാഇന് ശേഷം 2, 12. ഇസ്നയാശർ റക്അ. ഈ 12 നിത്യമായി നിസ്കരിച്ചാൽ സ്വർഗത്തിൽ അവന് കൊട്ടാരമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 4 അഭിപ്രായമുണ്ട്. അല്ല, ളുഹറിന് മുമ്പല്ലേ 4, ളുഹറിന് ശേഷവും 4 ഹദീസുണ്ട്. റഹിമല്ലാഹു ഇംറഅൻ സ്വല്ലാ അർബഅൻ അല്ലേ ഖബ്ല, അത് അസറിൻ്റെതാ, ഖബ്ല അസർ. വേറെ ഹദീസുണ്ട്, ളുഹറിൻ്റെ ഹദീസുണ്ട്. മുഅക്കദായ സുന്നയിൽപ്പെട്ടതാണ് ഇത്. ളുഹറിന് മുമ്പ് 2 ശേഷം 2 അല്ലേ? മുഅക്കദ് എങ്ങനെയാണ്? അല്ലെങ്കിൽ മുമ്പ് 4 ശേഷം 2. അതായത് ളുഹറിന്റെ മുമ്പ് 4, പിന്നെ ളുഹർ 4 ശേഷം 2, എത്രയായി? 10. ആ കണക്ക് അവൻ്റെ ഉസ്താദ് ഇപ്പോഴും പറഞ്ഞ ഓർമ്മയുണ്ട്. മൗലാന ഖാസിം സാഹിബ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, पहले 4 पढ़ो और ज़ुहर 4 पढ़ो, बाद में 2 पढ़ो, कितने हुआ? 10 हुआ. वही അങ്ങനെ പറഞ്ഞു അല്ലേ? 12 ഉണ്ട്. 12 നിസ്കരിച്ചോളി, കുറക്കണ്ട. 12 ഹദീസിൽ വന്നതാണ്. ഓ, കൂടുതൽ എന്തിനാ? അത് ബിദ്അത്ത്, അവ്വാബി എന്ന് പറയാം. അത് പിന്നെ സൂഫികൾ ഉണ്ടാക്കിയ നിസ്കാരമാണ് അവ്വാബി. ശരിക്കും പറഞ്ഞാൽ അവ്വാബീൻ ദുഹാ നിസ്കാരത്തിൻ്റെ മറ്റൊരു പേരാണ്. ദുഹാ നിസ്കാരത്തിൻ്റെ മറ്റൊരു പേരാണ് അവ്വാബീൻ, സ്വലാത്തുൽ അവ്വാബീൻ. അത് മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ നിസ്കരിക്കുന്ന തൗബയുടെ നിസ്കാരമായിട്ട് സൂഫികൾ പഠിപ്പിച്ചതാണ്. അങ്ങനെയില്ല, മറ്റു നിസ്കാരമില്ല. വരീശേഷ റസൂലുള്ളാഹി തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ. അതുണ്ട്, ഹദീസിലുണ്ട്. അത് മുഅക്കദല്ല, അത് ഗൈർ മുഅക്കദായ സുന്നത്തപ്പെട്ടതാണ്. അത് കുഞ്ഞുങ്ങൾ മരിച്ചാക്കല്ലേ, അത് അസ്റിന് മുമ്പ് കേട്ടില്ല. റഹിമല്ലാഹു ഇംറഅൻ സ്വല്ലാ ഖബ്ല അർബഅൻ ഖബ്ല അസ്ർ, ഒരാളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഹദീസിലുണ്ട്. ഹംദുലില്ലാഹി വല. നോക്കി വെക്കാം ഇൻഷാ അല്ലാഹ്. ഒന്നുകൂടെ പറയണ്ടേ? നിർത്താം. ലാസ്റ്റ് തസ്ബീഹ് ഇല്ലപ്പാ, ബിദ്അത്ത്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു നിസ്കാരത്തിൻ്റെ ഒരു സൂറത്ത്, നിസ്കാരം എന്ന് പറയുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചൊരു രൂപമുണ്ട്, ഒരു കൈഫിയത്തുണ്ട്. ഇത് ആ പഠിപ്പിച്ച തരത്തിലുള്ള രൂപമല്ല തസ്ബീഹ്. യുദ്ധത്തിലും റുകൂഇലും സുജൂദിലും ഇരുത്തത്തിലും, 2 സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തത്തിലും ഇസ്തിറാഹത്ത് ഇരുത്തത്തിലും ഒക്കെ എന്ത് 75 100 തസ്ബീഹ്. അങ്ങനത്തെ ഒരു രീതിയില്ല, കൈഫിയത്തില്ല. ഭൂരിപക്ഷം ഉലമാക്കളും അതില്ല എന്ന് പറഞ്ഞവരാണ്. ഇല്ല, എല്ലാം നിസ്കരിക്കും, പക്ഷെ അത് ഇല്ല. കാരണം എന്താ, നമ്മളെന്താ ചെയ്യുക? സംശയാസ്പദമായ കാര്യത്തെ സംശയമില്ലാത്തതിലേക്ക് ഒഴിവാക്കുക.
അഥവാ തസ്ബീഹ് വെച്ച് നിസ്കരിച്ചാൽ അത് ഇല്ലാത്തതാണെങ്കിൽ ബിദ്അത്ത് ചെയ്തു. ഇനി ഉള്ളതാണെങ്കിൽ തന്നെയോ വാജിബൊന്നുമല്ലല്ലോ നിസ്കരിക്കല്. സംഭവം മനസ്സിലായോ? അവിടെ ഒഴിവാക്കലാണ് ബെറ്റർ. തഖ്വ. അല്ലാഹു അലം. എൻ്റെ ശ്രദ്ധയിലില്ല, കണ്ടില്ല. നോക്കി വെക്കാം ഇൻഷാ അല്ലാഹ്. നോക്കി വെക്കാം, നമുക്ക് നോക്കാം. എത്ര വരെ? അത് നഫിലല്ലേ? നഫിന് എപ്പോൾ നിസ്കരിക്കാം. നഫിന് അതായത് പ്രത്യേകം പറയപ്പെട്ട മുഖയ്യദായ സുന്നത്തല്ലാത്ത നഫിൽ, സലാത്തു നഫിൽ ഏത് സമയത്തും എത്രയും നിസ്കരിക്കാം. അല്ല, അത് പിന്നെ സുബഹിക്ക് സൂര്യൻ ഉദിക്കുന്ന സമയവും പിന്നെ അസ്തമിക്കുന്ന സമയവും പിന്നെ ഇപ്പം നട്ടുച്ച, അപ്പോഴും ഏത് നിസ്കരിക്കാം. മുഖയ്യദായത് നിസ്കരിക്കാം. ഒരാൾ പള്ളി കയറി വന്നു, അയാൾക്ക് തഹിയ്യത്ത് സമയത്ത് നിസ്കരിക്കാം. കാരണം അത് നഫലല്ല, അത് മുഖയ്യദായ മുസബ്ബമായ നിസ്കാരം, കാരണമുള്ള നിസ്കാരമാണ്. പിന്നെന്താ ചെയ്യാം? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നമ്മളെ നീയത്ത് നോക്കിയിട്ട് നമ്മൾ അമൽ പരിഗണിക്കുള്ളൂ. ഇത് നമ്മൾ അവസാനിപ്പിക്കാം. സ്വർഗത്തിൽ ഈ വീടും കൊട്ടാരവും കിട്ടുന്ന കഥ പറഞ്ഞപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് ഹദീസ് കണ്ടില്ല? എന്താണ്? അതെ, അതെന്താന്ന് വെച്ചാല് അത് ഈ സലാത്തുൽ അവ്വാബീനല്ല, സലാത്തുൻ നഫിൽ. അതായത് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഇബാദത്തിനായ നിസ്കാരം, പ്രത്യേകം കൂലി പറയപ്പെട്ട സുന്നത്തല്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഫറഅയ്തു ഖസ്റൻ, ഒരു കൊട്ടാരം കണ്ടു. മിൻ ദഹബിൻ, സ്വർണം കൊണ്ടുള്ള കൊട്ടാരം. ഖുൽതു, ഞാൻ ചോദിച്ചു. ആരോട്? മലക്കളോട്. ലിമൻ ഹാദൽ ഖസ്ർ, ഈ കൊട്ടാരം ആർക്കുള്ളതാണ്? ഖാലു, മലക്കൾ പറഞ്ഞു, ലിശാബിൻ മിൻ ഖുറൈശ്, ഖുറൈശികളിൽപ്പെട്ട ഒരു യുവാവിനുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഒരു കൊട്ടാരം റെഡിയായിപ്പോയി വയസ്സാകുന്നതിന് മുമ്പ്. അത് യുവാക്കൾക്ക് മാത്രമുള്ളതാണ്. ഖുറൈശികളിൽപ്പെട്ട ഒരു യുവാവിന് ബാക്ക് കൈകുത്തിയിട്ടേ ഇരിക്കാൻ പാടുള്ളൂ. ഇടത്തേക്ക് ഒറ്റ കൈകുത്തി ഇരിക്കാൻ പാടില്ല. ഇത് ഗൈറുൽ മഗ്ദൂബി അലൈഹിന്റെ ഇരിത്താണ്, യൂതന്മാരുടെ. ഇടത്തേക്ക് കൈകുത്തി ഇരിക്കാം. ഷാൻസ് പറഞ്ഞു, ഇടത്ത് കൈകുത്തി ഇരുന്നോൻ്റെ കൽബിന്, ഹാർട്ടിന് പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടല്ല റസൂൽ എന്ന് പറഞ്ഞത്, റസൂൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇടത്തേ കൈ കുത്തിയിരിക്കാൻ പാടില്ല, വലത്തേ കുത്താം, രണ്ട് കൈയും ബേക്കോട്ട് കുത്താം, പ്രശ്നമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഫദനന്തു അന്നി അനഹുവ, റസൂൽ പറഞ്ഞ വാക്കുതാണ്, ഫദനന്തു അന്നി അനഹുവ, ആ ഖുറൈശികളിൽപ്പെട്ട ചെറുപ്പക്കാരൻ ഞാനാന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ കയറാൻ വേണ്ടി നോക്കുമ്പോൾ തടഞ്ഞു. കാലു, അവർ പറഞ്ഞു, നിങ്ങളല്ല, ലിഉമർ ഇബ്നുൽ ഖത്താബ്, അയാൾക്കുള്ളതാണ്. അത് ആ ഖത്താബിൻ്റെ മോനില്ലേ, പണ്ടത്തെ മക്കത്തെ ഗുസ്തിക്കാരൻ, അയാൾക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഉമർ അന്നേരം ഉണ്ട്, മദീനത്തുണ്ട്. ഇത് റസൂൽ എന്ന മദീന പള്ളിന്ന് പറയാണ്. അപ്പൊ ഇവിടെ ആരും ഇരിക്കുന്നുണ്ട്, ഉമറുണ്ട്. ഉമർ കേൾക്കാണ്, ചെവിയുണ്ട്, നുബുവത്തിന്റെ നാവ് പറയുന്നത്. അവിടെ എന്ത് റെഡി ഉണ്ട് എന്ന്? സ്വർഗം. അത് പണിയെടുത്തിട്ടുണ്ടാക്കിയതാണ്. ഈ വന്നിരിക്കുന്നവരും ആ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു കബൂലാക്കട്ടെ. ചെയ്ത അമലുകളുടെ പ്രതിഫലം അള്ളാഹു നമുക്ക് വാരിക്കോരി കണക്കില്ലാണ്ട് തരട്ടെ. അവസാനത്തെ രാത്രിയാണ്. എന്തെല്ലോ പോരായ്മ വന്നിട്ടുണ്ടാവും, ന്യൂനതകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടാവും. പക്ഷെ അള്ളാഹു റഹ്മാനാണ്, അവൻ റഹീമാണ്. അവൻ്റെ ദേശത്തേക്കാൾ വലുത് അവൻ്റെ റഹ്മത്താണ്. അതുകൊണ്ട് അത് വെച്ചിട്ട് ചോദിക്കുക, അള്ളാഹുവേ, പ്രശ്നങ്ങളുണ്ട്, ന്യൂനതകളുണ്ട്, പരിഹരിച്ചു തരണം, പൂർണ്ണ കൂലി എനിക്ക് തരണം. അള്ളാഹു നസീബാക്കി തരട്ടെ. ഇനിയും ഒരുപാട് റമദാനുകൾ ജീവിതത്തിൽ കിട്ടുന്ന തരത്തിൽ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നസീബാക്കി തരട്ടെ. സഫ്വ